Good afternoon. Okay, എല്ലാവരും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ? 22 പേരായിട്ടുണ്ട്. കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ട് എവിടെയൊക്കെയാണ് പഠിച്ചു നിർത്തിയെന്ന് ഓർക്കുന്നുണ്ടോ? നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലെ 6ാമത്തെ ചാപ്റ്റർ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അല്ലെ? അതിൽ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്മുടെ എക്യുപ്മെന്റ്സുകളാണ്. ആ ഒരു ബോക്സ് അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? അതില് എക്യുപ്മെന്റ്സുകള് ഡയഗ്നോസ്റ്റിക്, തെറാപ്യൂട്ടിക്, മോണിറ്ററിംഗ് ഇൻസ്ട്രുമെന്റ്സ് അങ്ങനെ നമ്മളവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ് അതിനകത്ത് നോക്കണം കേട്ടോ. ആ ടേബിൾ നിങ്ങൾ നോക്കണം. ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണ്, തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണ്, അത് രണ്ടുപേരും നമ്മൾ പറഞ്ഞത് 2 കോളവും കംപ്ലീറ്റ് ചെയ്തായിരുന്നു. Diagnostic equipments, BP apparatus, endoscope, portable X-ray, portable USG, echo. Then therapeutic എന്ന് പറഞ്ഞാൽ ചികിത്സാ സംബന്ധമായിട്ടുള്ള എക്യുപ്മെന്റ്സ്, നെബുലൈസർ, ലാറിംഗോസ്കോപ്പ്, ബ്രോങ്കോസ്കോപ്പ്. ഇത്രയല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തായിരുന്നു നമ്മള്? ഓക്കെ, എല്ലാവരും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കണുള്ളൂ കേട്ടോ. ഫുഡൊക്കെ കഴിഞ്ഞില്ല എല്ലാവരും? ഇതൊക്കെ കഴിച്ചിട്ടല്ലേ ക്ലാസ്സിൽ കയറിയേക്കണേ? 40 കുട്ടികളോളം 41 കുട്ടികൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കേണ്ട. യെസ്, അതെ, ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും തന്നെ ഹാപ്പി ആയിരിക്കണം. കഴിച്ചില്ല? സഹലാസനില് കഴിച്ചില്ല എന്ന് പറഞ്ഞില്ല. എന്തുപറ്റി അനുശ്രീ? ഇല്ല, ഫുഡ് എന്താണ്? നോമ്പാണ്. ഓക്കെ, നോമ്പാണ്. കുറച്ചുപേര് ഫുഡ് കഴിച്ചിട്ടാണ്, നോമ്പാണ്. ഓക്കെ, പെരുന്നാളിന്റെ തിരക്കാണല്ലേ? നാളെയൊക്കെ നിങ്ങൾക്ക് എല്ലാ തിരക്കൊക്കെയാണല്ലേ? ഓക്കെ. അപ്പൊ 2 ടേബിളും നമ്മൾ അവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മോണിറ്ററിംഗ് ആണ്. മോണിറ്ററിംഗ് ആണെന്ന് വെച്ചാൽ നിരീക്ഷിക്കുക. പേഷ്യൻസിനെ നിരീക്ഷണവുമായി ബന്ധപ്പെട്ട് വരുന്ന എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണ്? മോണിറ്ററിംഗ് എക്യുപ്മെന്റ്സ്. അതിൽ ഒന്നാമത്തെയാണ് പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്നത്. എന്താണ് പൾസ് ഓക്സിമീറ്റർ? എന്താണ്? നമ്മുടെ ബ്ലഡിലെ രക്തത്തിലെ ഓക്സിജന്റെ അളവ് എത്രത്തോളം ഉണ്ട്, ഓക്സിജന്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഇതാണ്. നിങ്ങളൊന്ന് ഏതാണ് പേജ് നമ്പർ ഒന്ന് മെസ്സേജ് ചെയ്തേ. ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീനിൽ പേജ് നമ്പർ കാണിക്കുന്നില്ല. പേജ് നമ്പർ 24, ഫസ്റ്റ് മൊഡ്യൂളിലെ 6ാമത്തെ ചാപ്റ്റർ, പേജ് നമ്പർ 24. ഓക്കെ രമ, അപ്പൊ നമ്മൾ അവിടെ എക്യുപ്മെന്റ്സുകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ 3ാമത്തെ കോളമാണ് നമ്മൾ പഠിക്കുന്നത് മോണിറ്ററിംഗ് എക്യുപ്മെന്റ്സ് ആണ്. ഒന്നാമത്തെയാണ് പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്നത്. പൾസ് ഓക്സിമീറ്റർ എന്താണ്? പൾസ് ഓക്സിമീറ്റർ നമ്മുടെ ബ്ലഡിലെ ഓക്സിജന്റെ അളവ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ആണ്. ഇത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ബ്ലഡിലെ ഓക്സിജന്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ആണ് പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്നത്. അടുത്തതാണ് കാർഡിയാക് മോണിറ്റർ. പേജ് നമ്പർ റീനക്കുട്ടി ചോദിച്ചിട്ടുണ്ട്. പേജ് 24, പേജ് നമ്പർ 24 ആണ് കേട്ടോ. അടുത്തത് കാർഡിയാക് മോണിറ്റർ. അപ്പൊ നമുക്കറിയാം കാർഡിയാക് എന്ന് പറയുമ്പോൾ അറിയാം ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടാണല്ലേ. ഹൃദയമിടിപ്പ്, നമ്മുടെ ഹൃദയത്തിന്റെ റിതം എന്നിവയൊക്കെ തുടർച്ചയായി രേഖപ്പെടുത്താനും അത് വിശകലനം ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ഉപകരണം, എക്യുപ്മെന്റ് ആണ് കാർഡിയാക് മോണിറ്റർ എന്ന് പറയുന്നത്. ഹൃദയമിടിപ്പും റിതവും ഒക്കെ നമുക്ക് തുടർച്ചയായിട്ട് രേഖപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് കാർഡിയാക് മോണിറ്റർ. പിന്നെ അടുത്തതാണ് ECG വിഷയം. ECG എന്താ? ഇലക്ട്രോ കാർഡിയോഗ്രാം. എക്സ്പാൻഡഡ് ഫോം ആട്ടോ. ECG ഇലക്ട്രോ കാർഡിയോഗ്രാം. Electrical activity, ഹാർട്ടിന്റെ ECG record the heart electrical activity രേഖപ്പെടുത്തുന്നതാണ് ECG. ഇലക്ട്രോ കാർഡിയോഗ്രാം.
ഇലക്ട്രോകാർഡിയോഗ്രാം. അപ്പൊ അതൊക്കെ മോണിറ്ററിംഗ് എക്യുപ്മെന്റ്സിൽ വരുന്ന. ഇനി അടുത്തതാണ് ഇൻസ്ട്രുമെന്റ്സ്. IV സെറ്റ് ഉണ്ട്. IV സെറ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രാവീനസ് സെറ്റ്. നിങ്ങൾക്കറിയാം ഗ്ലൂക്കോസ് ഒക്കെ നമ്മൾ കയറ്റുന്ന ഒരു ഇതില്ലേ, സ്റ്റാൻഡില്ലേ, അതാണ് IV സെറ്റ് എന്ന് പറയുന്നത് കേട്ടോ. മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് IV സെറ്റ്, ഇൻട്രാവീനസ് സെറ്റ്. പേജ് നമ്പർ 24 ട്ടോ. അടുത്തതാണ് ട്രക്കിയോസ്റ്റോമി. ട്രക്കിയോസ്റ്റോമി അടുത്ത ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ട്രക്കിയോസ്റ്റോമി. നിങ്ങൾക്ക് ഇവിടെ മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അവിടെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അവിടെ ഡീറ്റെയിൽ പഠിക്കാം. ഇതിപ്പോ ഇൻസ്ട്രുമെന്റ്സിൽ മോണിറ്ററിംഗ് ഏതാണ്, തെറാപ്യൂട്ടിക് എക്യുപ്മെന്റിൽ വരുന്നതാണോ, ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റിൽ വരുന്നതാണോ എന്ന് ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ക്ലാസിഫൈ ചെയ്യാൻ പഠിച്ചാൽ മതി, ഏതിൽ കീഴിൽ വരുന്നതാണെന്ന്. ജസ്റ്റ് എങ്കിലും ഞാനൊന്ന് ഓരോ സെന്റൻസ് അങ്ങ് പറഞ്ഞു എന്നുള്ളൂ. ട്രക്കിയോസ്റ്റോമി. ട്രക്കിയോസ്റ്റോമി അതായത് നമുക്ക് എന്തെങ്കിലും ബ്രീത്തിങ്ങിനൊക്കെ എന്തെങ്കിലും പ്രശ്നം വരൂലേ, ശ്വാസതടസ്സം നേരിടുന്ന പേഷ്യൻസിന്. അപ്പൊ അവർക്കിടെ ഈ നമ്മുടെ എന്താണ് ട്രക്കിയയില് ശ്വാസനാളം, ട്രക്കിയയിൽ ഈ നമ്മുടെ ഈ എന്താ പറയാ, നമുക്ക് ഈ നമ്മുടെ കഴുത്തിന് ശ്വാസതടസ്സം നേരിടുന്ന പേഷ്യൻസിന് നമ്മുടെ കഴുത്തിന്റെയൊക്കെ മുൻഭാഗത്തായിട്ട് ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കും. ആ ഹോള് ഉണ്ടാക്കിയിട്ട് നമുക്ക് ശ്വാസനാളത്തിലേക്ക്, നമ്മുടെ ട്രക്കിയയിലേക്ക് ഒരു ട്യൂബ് ഘടിപ്പിച്ചിട്ട് നമുക്ക് ആ ബ്രീത്തിങ് സുഗമമാക്കുന്ന ഒരു മെഡിക്കൽ പ്രോസസ്സാണ് ട്രക്കിയോസ്റ്റോമി എന്ന് പറയുന്നത്. അപ്പൊ നോർമലി ബ്രീത്ത് ചെയ്യാൻ പറ്റാത്തവർക്ക് ഈ തൊണ്ടയുടെ അവിടെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഒരു ട്യൂബ് ട്രക്കിയയിലേക്ക് ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് പേജ് നമ്പർ 24 ട്ടോ. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിൽ കൂടെ ബ്രീത്തിങ് കൊടുക്കുക ചെയ്യും ലങ്സിലേക്കാണ് ആ ട്യൂബ് പോണത് കേട്ടോ. ട്രക്കിയെ കൂടെ ലങ്സിലേക്ക് ബ്രീത്തിങ് നോർമൽ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇടുന്നതാണ് കേട്ടോ. ഓക്കെ, ട്രക്കിയോസ്റ്റോമി. ഇനി അടുത്തതാണ് ഇൻസ്ട്രുമെന്റ് ട്രോളി എന്ന് പറയുന്നത്. ഇൻസ്ട്രുമെന്റ് ട്രോളി എന്താ, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇൻസ്ട്രുമെന്റ് ട്രോളി. ഇതൊക്കെ എന്താണ് ഇൻസ്ട്രുമെന്റ്സിൽ വരുന്നതാണ് കേട്ടോ. IV സെറ്റ്, ട്രക്കിയോസ്റ്റോമി, ഇൻസ്ട്രുമെന്റ് ട്രോളി. ഇവിടെ നിങ്ങൾ ഡീറ്റെയിൽ പഠിക്കണ്ട, ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട. നിങ്ങൾക്ക് ഇവിടെ ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സിൽ വന്നത്, തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ്സിൽ വന്നത്, മോണിറ്ററിംഗ് എക്യുപ്മെന്റ്സിൽ വന്നത്, ഇൻസ്ട്രുമെന്റ്സിൽ വരുന്നത്, അങ്ങനെ ഇതിനൊന്ന് ക്ലാസിഫൈ ചെയ്യാൻ മാത്രം ഇവിടെ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. വേറെ ചാപ്റ്ററിൽ അവിടെ ഇൻസ്ട്രുമെന്റ്സ് പഠിക്കാൻ, മെഡിക്കൽ എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട് പഠിക്കാൻ കേട്ടോ. അപ്പൊ അതിനകത്ത് 10-40ഓളം ഇൻസ്ട്രുമെന്റ്സിനെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. അപ്പൊ ഡീറ്റെയിൽ അവിടെ പഠിക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാൻ പോകുന്ന ഫങ്ഷൻസ് ഓഫ് OPD. ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് OPDയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ OPDയിൽ ചെയ്യുന്നത്? ഏർലി ഡയഗ്നോസിസ്, curative, preventive and rehabilitative care on ambulatory base. Ambulatory base എന്ന് പറഞ്ഞാൽ എന്താ, ഔട്ട് പേഷ്യന്റ് ബേസില്. അവിടെ പേഷ്യൻസിനെ കിടത്തി ചികിത്സയല്ല അവിടെ പറയുന്നത്. എങ്ങനെയാ, ഒരു ഔട്ട് പേഷ്യന്റ് ബേസിൽ, അതായത് നേരെ വരുന്നു, OPD വരുന്നു, ഡോക്ടറെ കാണുന്നു, തിരിച്ച് മരുന്ന് മേടിച്ച് പോകുന്നു, അത്രയേ ഉള്ളൂ ആംബുലേറ്ററി ബേസ്. ഒരു ഔട്ട് പേഷ്യന്റ് ബേസിസിൽ നേരത്തെയുള്ള ഡയഗ്നോസിസ്, അതായത് ഘട്ടത്തില് രോഗം കണ്ടെത്തുക, ഡയഗ്നോസിസ് നടത്തുക. ക്യൂറേറ്റീവ്, രോഗശാന്തി, ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാൽ രോഗശാന്തി കൊടുക്കുക. പ്രിവെന്റീവ്, പ്രതിരോധിക്കുന്ന രോഗങ്ങളെയൊക്കെ പ്രിവെന്റ് ചെയ്യുന്ന രോഗപ്രതിരോധം. ആൻഡ് റീഹാബിലിറ്റേഷൻ സർവീസ് എന്ന് വെച്ചാൽ പുനരധിവാസ സൗകര്യങ്ങൾ. ഇങ്ങനെയെല്ലാം ആ ഒരു ആംബുലേറ്ററി ബേസിൽ അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ബേസിസിൽ പ്രൊവൈഡ് ചെയ്യുക. രണ്ടാമത്തെയാണ് എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഓൺ ആംബുലേറ്ററി ബേസിസ്. ഔട്ട് പേഷ്യന്റ് ബേസിൽ നല്ല ഫലപ്രദമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ലഭ്യമാക്കുക. എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഓൺ ആംബുലേറ്ററി ബേസിസ്, ഔട്ട് പേഷ്യന്റ് ബേസിൽ ഒരു ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ലഭ്യമാക്കുക. മൂന്നാമത്തെ പോയിന്റ് നോക്കി, സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ. സ്ക്രീനിങ്
ഫോർ അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ. പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ കിടത്തി ചികിത്സിക്കേണ്ടതുണ്ടോ, അവിടെ അഡ്മിറ്റ് ആക്കണോ എന്നുള്ളത് പരിശോധിച്ച് തീരുമാനിക്കുന്നതാണ്. സ്ക്രീനിങ് ചെയ്യാണ്. എന്തിനു വേണ്ടി? ഫോർ അഡ്മിഷൻ. അഡ്മിഷന് വേണ്ടി സ്ക്രീനിങ് ചെയ്യുന്നു. ഹോസ്പിറ്റലില് പേഷ്യന്റിനെ അല്ലെ നമുക്ക് ടെസ്റ്റ് ഒക്കെ നടത്തി പരിശോധനയൊക്കെ കഴിഞ്ഞാലാണ് കിടത്തണോ അല്ലെ അഡ്മിറ്റ് ആക്കണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്, ഡോക്ടർ തീരുമാനിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സ്ക്രീനിങ് നടത്താം. എന്തിനു വേണ്ടി? ഫോർ അഡ്മിഷൻ. അഡ്മിഷന് വേണ്ടിയുള്ള സ്ക്രീനിങ് അത് നടത്തുക. പിന്നെ ഫോളോ കെയർ ആൻഡ് കെയർ ആഫ്റ്റർ ഡിസ്ചാർജ്. ഫോളോ കെയറുകള്, അതുപോലെ തന്നെ കെയർ ആഫ്റ്റർ ഡിസ്ചാർജ്, ഡിസ്ചാർജിന് ശേഷമുള്ള കെയറുകൾ, അതായത് ഫിസിയോതെറാപ്പിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതാക്കുക. ഫോളോ അപ്പ് കെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസ്, റുട്ടീൻ ചെക്കപ്പുകളില്ലേ അത് നടത്തുക. ഡിസ്ചാർജിന് ശേഷമുള്ള പരിചരണം കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ബൈ ഹെൽത്ത് എഡ്യൂക്കേഷൻ. പേഷ്യൻസിനൊക്കെ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ ഹെൽത്തിനെ കുറിച്ച് ഒരു പ്രൊമോട്ട് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക. ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ പേഷ്യൻസിന്റെ ഹെൽത്തിനെ പ്രോത്സാഹിപ്പിക്കുക. അടുത്താണ് റെൻഡറിങ് ഓഫ് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ. റെൻഡറിങ് വിശദീകരിക്കുക. ഒരു പ്രിവെന്റീവ് ആയിട്ടുള്ള രോഗങ്ങൾ വരാതെ അല്ലെ ഒരു പ്രിവെന്റീവ് ആയിട്ടുള്ള ആരോഗ്യ പരിചരണം അത് നിശ്ചിതമാക്കുക. ഇപ്പൊ നമുക്ക് വാക്സിൻ കൊടുക്കാം, കൗൺസിലിംഗ് നടത്താം, അങ്ങനെയൊക്കെ പ്രിവെന്റീവ് ഹെൽത്ത് കെയർ. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് ആണ് പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ. പ്രൊമോട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ഹെൽത്തിനെ, ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുക, പ്രൊമോട്ട് ചെയ്യുക. ഏതിൽ കൂടെ? ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഒരു ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ OPD-യിലെ ഫങ്ഷൻസിൽ വരുന്നത് കേട്ടോ. ഒന്നാമത്തേൽ പറഞ്ഞത് ഒരു ആംബുലേറ്ററി ബേസ്, ഔട്ട് പേഷ്യന്റ് ബേസിൽ നേരത്തെയുള്ള ആ പ്രാരംഭഘട്ടത്തിലെ രോഗങ്ങള് കണ്ടെത്തുക, രോഗശാന്തി നൽകുക, പ്രിവെന്റീവ് പ്രതിരോധിക്കുക, പുനരധിവാസ സേവനങ്ങൾ കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ ഔട്ട് പേഷ്യന്റ് ബേസിൽ ഫലപ്രദമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ടതുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് തീരുമാനിക്കുക. ഫോളോ അപ്പ് കെയറുകള്, കെയർ ആഫ്റ്റർ ഡിസ്ചാർജ്, ഡിസ്ചാർജിന് ശേഷമുള്ള പരിചരണം ഇതൊക്കെ കൊടുക്കുക. പിന്നെ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ബൈ ഹെൽത്ത് എഡ്യൂക്കേഷൻ. അടുത്താണ് റെൻഡറിങ് ഓഫ് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ. റെൻഡറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിശദീകരിക്കുക. വാക്സിൻസോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൗൺസിലിംഗ് അങ്ങനെയുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ പ്രിവെന്റീവ് ആയിട്ടുള്ള ആരോഗ്യ പരിചരണം അത് വിശദീകരിക്കുക. പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ. പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ ഒരു ആരോഗ്യത്തെ എന്ത് ചെയ്യുക? പ്രൊമോട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. ഇനി അടുത്തതാണ് പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ്. എന്തൊക്കെയാണ് ഒരു നമ്മൾ വരാതെ അല്ലെ ഒരു പ്രിവെന്റീവ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. വെൽ ബേബി ക്ലിനിക്. വെൽ ബേബി ക്ലിനിക് ആരെയായിരിക്കും ഫോക്കസ് ചെയ്തേക്കുന്നത്? ആരെയാണ്? ശിശുക്കളെ അല്ലെ. കുട്ടികളുടെ വളർച്ചയും ആരോഗ്യവും നിരീക്ഷിക്കുന്നതിനുള്ള ക്ലിനിക്കുകള്, അതൊരു പ്രിവെന്റീവ് ആണ്. ബേബിയാണ് അല്ലെ, അത് തന്നെയുണ്ട്. വെൽ ബേബി ക്ലിനിക്. അപ്പൊ കുട്ടികളുടെ, ശിശുക്കളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും അവരുടെ വളർച്ച നിരീക്ഷിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ക്ലിനിക്കുകള് അതൊരു പ്രിവെന്റീവ് ആണ്, അവർക്ക് അസുഖമൊക്കെ വരാതിരിക്കാനായിട്ട്. പിന്നെ അടുത്തതാണ് ANC, ആന്റി നേറ്റൽ കെയർ. ഒന്ന് എഴുതി വെച്ചേ. ആന്റി നേറ്റൽ കെയർ. ANTE ആണ് കേട്ടോ. ANTENATAL നേറ്റൽ, NATAL കെയർ, ആന്റി നേറ്റൽ കെയർ. മാരേജ് കൗൺസിലിംഗ്, പ്ലാൻഡ് പേരന്റ്ഹുഡ് എന്ന് വെച്ചാൽ ആന്റിനേറ്റൽ കെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഗർഭകാലത്ത് പ്രഗ്നൻസി ടൈമില് അമ്മയുടെയും ശിശുക്കളുടെ ഒക്കെ കുട്ടിയുടെ ഒക്കെ ആരോഗ്യത്തെ ഉറപ്പാക്കാനും പിന്നെ അതുപോലെ അവിടെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് സാധ്യതകളൊക്കെ ഉണ്ടോ അതിനെയൊക്കെ ഒഴിവാക്കാനും നടത്തുന്ന കൃത്യമായിട്ടുള്ള പരിശോധന, അവർക്ക് കൊടുക്കുന്ന പരിചരണം, ഇതൊക്കെയാണ് ആന്റിനേറ്റൽ കെയർ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ മാരേജ് കൗൺസിലിംഗ്, പ്ലാൻഡ് പേരന്റ്ഹുഡ്,
ആസൂത്രിതമായിട്ടുള്ള ഒരു രക്ഷാകർതൃത്വം എന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു ഗ്രേഡ് പോലെ കൊടുക്കുക എന്നുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു ഹെൽത്ത് ആക്ടിവിറ്റീസ് ആണ്. അതൊക്കെ രോഗങ്ങളൊക്കെ വരാതെ അങ്ങനെയുള്ള ഒരു പ്രവർത്തനങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുക. സ്കൂൾ ഹെൽത്ത് ക്ലിനിക്. ഇനി കുട്ടികൾക്കൊക്കെ ആന്റിനേറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ANC-യുടെ ഫുൾ ഫോം അല്ലേ, ആന്റി നേറ്റൽ കെയർ. ANTE ആന്റി നേറ്റൽ NATAL നേറ്റൽ കെയർ. സി എന്ന് പറഞ്ഞ കെയർ കേട്ടോ, ആന്റിനേറ്റൽ കെയർ. ആന്റിനേറ്റൽ കെയർ. ഇനി സ്കൂൾ ഹെൽത്ത് ക്ലിനിക്കുകൾ. അപ്പൊ സ്കൂളുകളിൽ കേന്ദ്രീകരിച്ച് നടത്തുന്ന ആരോഗ്യ പരിശോധനകൾ കേട്ടോ, ഇതാണ് സ്കൂൾ ഹെൽത്ത് ക്ലിനിക്ക്. സ്കൂളിലെ ഹെൽത്ത് ക്ലിനിക്കൊക്കെ എന്നുവെച്ചാൽ അവർക്ക് കുട്ടികൾക്കൊക്കെ അവരുടെ ഒരു ഹെൽത്തിനെയൊക്കെ ഹെൽത്ത് ആരോഗ്യത്തേക്ക് ഒരു സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് ഓരോ അവയർനെസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്കൂളുകളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന ആരോഗ്യ പരിശോധനകളാണ് സ്കൂൾ ഹെൽത്ത് ക്ലിനിക് എന്ന് പറയുന്നത്. പിന്നെ കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ഇനി എന്താ, നമുക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ നിയന്ത്രിക്കുക. പകർച്ചവ്യാധികൾ, സാംക്രമിക രോഗങ്ങൾ, കമ്മ്യൂണിക്കബിൾ ഡിസീസ്, സാംക്രമിക രോഗങ്ങൾ, അതിനെയൊക്കെ കൺട്രോൾ ചെയ്യുക. പിന്നെ എയർലി ഡയഗ്നോസിസ് ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് ക്രോണിക് ഡിസീസസ് ലൈക്ക് ക്യാൻസർ, TB എക്സെട്ര. പിന്നെ മുൻകൂട്ടി, അതാണ് പ്രാരംഭഘട്ടത്തില് രോഗം കണ്ടെത്തുക. അല്ലാതെ നമ്മൾ അവസാനമായിട്ടല്ല നമ്മൾ ചെയ്യണ്ടേ, അത് എയർലി സ്റ്റേജിൽ എന്തെങ്കിലും ഒരു സിംറ്റംസോ കാര്യങ്ങളോ എന്തെങ്കിലും നമുക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ തന്നെ നേരത്തെ തന്നെ നമ്മൾ രോഗനിർണയം നടത്തണം. അതാണ് ആരംഭഘട്ടത്തില് രോഗം കണ്ടെത്തുക, ക്രോണിക് ഡിസീസുകൾ കണ്ടെത്തുക, ക്യാൻസർ, TB പോലുള്ള വിട്ടുമാറാത്ത രോഗങ്ങൾ, ക്രോണിക് ഡിസീസുകൾ അതിനെ കണ്ടെത്തുക. Then health education and nutritional advisor, rehabilitation and prevention of disabilities and handicapped. Health education, nutritional advisor, പോഷകാഹാര ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉപദേശങ്ങള്, റീഹാബിലിറ്റേഷൻ പുനരധിവാസ കാര്യങ്ങള്, പ്രിവെൻഷൻ തടയുന്നത്, ഓഫ് ഡിസബിലിറ്റീസ് ആൻഡ് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഡിസബിലിറ്റീസ് ആയിട്ടുള്ള വൈകല്യങ്ങളൊക്കെ ഉള്ള അങ്ങനെയുള്ളവർക്കിടെയൊക്കെ ഹെൽത്ത് എഡ്യൂക്കേഷൻ, ന്യൂട്രീഷൻ അഡ്വൈസ്, റീഹാബിലിറ്റേഷൻ ആൻഡ് പ്രിവെൻഷൻ, ഇതെല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്യുക. ഇത്രയാണ് പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞത്. പ്രിവെന്റീവ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, രോഗത്തെ പ്രതിരോധിക്കുന്ന, ഇനി നമ്മൾ വരാതെ അതിനെ തടയുന്ന ഹെൽത്ത് ആക്ടിവിറ്റീസ് ആണ്. ബേബി ക്ലിനിക്കുകളിലൂടെ നമുക്ക് കൊടുക്കാം. ആന്റിനേറ്റൽ കെയർ, മാരേജ് കൗൺസിലിംഗ്, പ്ലാൻഡ് പേരന്റ്ഹുഡ് എക്സെട്ര. പിന്നെ സ്കൂളില് ഹെൽത്ത് ക്ലിനിക്കുകളിലൂടെ കൊടുക്കാം. കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്, സാംക്രമിക രോഗങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാം. നേരത്തെയുള്ള ഡയഗ്നോസിസ്, പിന്നെ ക്രോണിക് ഡിസീസ്, വിട്ടുമാറാത്ത രോഗങ്ങൾ, ക്യാൻസർ, TB തുടങ്ങിയുള്ള രോഗങ്ങളെ ഡിറ്റക്ട് ചെയ്യാം. പിന്നെ ഡിസബിൾ വൈകല്യങ്ങൾ സംഭവിച്ചിട്ടുള്ളവർക്ക്, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർക്കൊക്കെ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻ, പോഷകാഹാര ഉപദേശങ്ങൾ, റീഹാബിലിറ്റേഷൻ, പ്രിവെൻഷൻ സർവീസുകൾ ഇതെല്ലാം കൊടുക്കാം. അതൊക്കെയാണ് പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് OPD ആണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അത്. മറ്റത് രണ്ടും നിങ്ങളൊന്ന് വായിച്ചു വെക്കാം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ടൈപ്സ് ഓഫ് OPD, പല തരത്തിലുള്ള OPD ഉണ്ട്. അതായത് ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് there are 2 types of OP സർവീസ്. OP സർവീസ് രണ്ട് ടൈപ്പ് ആണ് പറയുന്നത്. സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ്, സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ്. സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? സെൻട്രലൈസ്ഡ് കേന്ദ്രീകൃതമായിട്ടുള്ള, സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ്, കേന്ദ്രീകൃതമായിട്ടുള്ള ഔട്ട് പേഷ്യന്റ് സർവീസസ് എന്ന് വെച്ചാൽ എന്താ? ഓൾ സർവീസസ് ആർ പ്രൊവൈഡഡ് ഇൻ എ കൺസൈസ് ഏരിയ which include all diagnostic and therapeutic facilities being provided in the same place. എന്താ? പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള എല്ലാ സർവീസും ഒറ്റക്കുട കീഴിൽ, അല്ലെ, ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ ലഭ്യമാക്കുന്നതാണ് സെൻട്രലൈസ്ഡ് സർവീസ് എന്ന് പറയുന്നത്. എല്ലാം ഒരു പ്രത്യേക കൺസൈസ്, നിക്ഷിപ്തമായിട്ടുള്ള, സംക്ഷിപ്തമായിട്ടുള്ള ഒരു ഏരിയയിലാണ് എല്ലാ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നത്. ഡയഗ്നോസ്റ്റിക്, തെറാപ്യൂട്ടിക് ഫെസിലിറ്റി ഇതെല്ലാം ഒറ്റ സ്ഥലത്ത് നിന്ന് കിട്ടും. ക്ലിയർ ആയോ?
അതെല്ലാം ഒറ്റ സ്ഥലത്ത് നിന്ന് തന്നെ കിട്ടുന്നത്. പ്രൊവൈഡഡ് ഇൻ ദ സെയിം പ്ലേസ്. ഓരോ സ്ഥലത്തും നമ്മൾ ഓടി കിടക്കണ്ട. അതാണ് സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത്. ഡയഗ്നോസ്റ്റിക്, രോഗനിർണയോ, തെറാപ്യൂട്ടിക് ഫെസിലിറ്റി, ചികിത്സാ സംബന്ധമായിട്ടുള്ള സൗകര്യങ്ങളും എല്ലാം ഒറ്റ സ്ഥലത്ത് കിട്ടും. ക്ലിയർ ആണോ? ഇങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ, അത് ഏതിൽ വരുന്നതാണെന്നുള്ളത്. രണ്ടാമത്തെയാണ് ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത്. ഇതാണ് ഡീസെൻട്രലൈസ്ഡ്. എന്താ? വികേന്ദ്രീകൃതമായിട്ടുള്ള ഔട്ട് പേഷ്യന്റ് സർവീസ്. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ സർവീസസ് ആർ പ്രൊവൈഡഡ് ഇൻ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്. എങ്ങനെയാ? എല്ലാ സർവീസും എങ്ങനെയാണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് വരുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും അവർക്ക് ആവശ്യമായിട്ടുള്ള OP സർവീസുകളിൽ അതാത് സെക്ഷനുകളിൽ തന്നെ വെവ്വേറെ ആയിരിക്കും ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ സെക്ഷൻസിലായിരിക്കും, എല്ലാ ഒറ്റ സ്ഥലത്തല്ല. മനസ്സിലായോ? ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള OP സർവീസുകൾ ആ സെക്ഷനില്. ഇപ്പൊ കാർഡിയോളജി ആണെങ്കിൽ ആ സെക്ഷനില്, ഓക്കെ, കാർഡിയോളജി ആണെങ്കിൽ ആ ഒരു സെക്ഷനില്, ഒഫ്താൽമോളജി ആണെങ്കിൽ ആ ഒരു സെക്ഷനില്, അങ്ങനെയായിരിക്കും. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള OP സർവീസുകൾ അതാത് വിഭാഗങ്ങളിൽ തന്നെ വെവ്വേറെ ആയിരിക്കും ക്രമീകരിച്ചിരിക്കുന്നത്. അതാണ് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. സർവീസസ് ആർ പ്രൊവൈഡഡ് ഇൻ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അതാത് ഡിപ്പാർട്ട്മെന്റിലാണ് സർവീസ് കൊടുക്കുന്നത്, ഔട്ട് പേഷ്യന്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് പേഷ്യന്റ്, പേഷ്യൻസിന് ഏത് ടൈപ്പ് ഓഫ് പേഷ്യൻസ് ആണ് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് OPD-നെ തിരിച്ചേക്കുന്നതാണ്. മൂന്നെണ്ണമായിട്ട് തിരിച്ചിട്ടുണ്ട്. ജനറൽ ഔട്ട് പേഷ്യന്റ്, എമർജൻസി ഔട്ട് പേഷ്യന്റ്, റെഫേർഡ് ഔട്ട് പേഷ്യന്റ്. General outpatient എന്ന് പറഞ്ഞാൽ എന്താ? All the patients other than emergency who report directly to OPD. കേട്ടോ, ജനറൽ ആണ് എല്ലാവർക്കും. അതായത് എമർജൻസി അല്ലാത്ത, അതെന്താണ് എമർജൻസി എന്നാ പറഞ്ഞേക്കുന്നത്? എമർജൻസി അല്ലാത്ത മറ്റുള്ള പേഷ്യൻസ് എല്ലാവരും അവിടെ നേരിട്ട് OPD-യില്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ റിപ്പോർട്ട് ചെയ്യണം. All patients other than emergencies who reported directly to OPD. അതേതാണ്? ജനറൽ OPD. OPD-യിൽ നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി എമർജൻസി ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ്? A person given emergency medical care for a condition. അവരുടെ കണ്ടീഷൻ, അതിന് വേണ്ടിയിട്ട് എമർജൻസി മെഡിക്കൽ കെയർ നൽകുകയാണ്. എവിടെ നിന്ന്? എമർജൻസി ഔട്ട് പേഷ്യന്റിൽ എമർജൻസി കെയർ. Then അടുത്തത് referred outpatient എന്ന് പറഞ്ഞാൽ എന്താ? A referred outpatient to OPD by his practitioner for specific treatment. പ്രത്യേക ചികിത്സയ്ക്കായിട്ട് പ്രാക്ടീഷണർ OPD-യിലേക്ക് റെഫർ ചെയ്യുന്ന പേഷ്യന്റ്, പ്രത്യേക ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ആ പ്രാക്ടീഷണർ, ഡോക്ടേഴ്സ് റെഫർ ചെയ്യാണ്, OPD-യിലേക്ക് റെഫർ ചെയ്യാണ്. അതാണ് റെഫേർഡ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. മൂന്ന് ക്ലിയർ ആയോ? അത് മൂന്നും ടിക്കറ്റ് ആണ് കേട്ടോ, മൂന്നും ടിക്കറ്റ് ആണ്. ജനറൽ എന്ന് പറഞ്ഞ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ചിഞ്ചു, ഇത് ഇമ്പോർട്ടന്റ് ആണ്. അത് ടൈപ്സ് ഓഫ് OPD-യിലെ സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും പഠിക്കണം. പിന്നെ ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് പേഷ്യന്റ്, ഏത് ടൈപ്പാണ് പേഷ്യൻസ്, ഏത് ടൈപ്പാണ് അതിനനുസരിച്ച് വീണ്ടും നമുക്ക് OPD-നെ മൂന്നായിട്ട് നമുക്ക് തിരിക്കാം. ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും അല്ലെ, എമർജൻസി ഒഴികെയുള്ള എല്ലാ പേഷ്യൻസും നേരിട്ടിട്ട് OPD-യിൽ ചെയ്യണം. ടൈപ്സ് ഓഫ് OPD എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞേ, സെൻട്രലൈസ്ഡും ഉണ്ട്, ഡീസെൻട്രലൈസ്ഡും ഉണ്ട്. സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? സെൻട്രലൈസ്ഡ്, കേന്ദ്രീകൃതമായിട്ടുള്ള എല്ലാ സർവീസും, OPD-യിലെ എല്ലാ സർവീസും ഒരു സെയിം പ്ലേസിൽ കിട്ടുന്നത്. എല്ലാ സർവീസും, all services are provided in concise, സംക്ഷിപ്തമായിട്ടുള്ള ഏരിയയില് ഇച്ചിരി, അതായത് ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റി, തെറാപ്യൂട്ടിക് ഫെസിലിറ്റി, ഇതെല്ലാം ഒറ്റ സ്ഥലത്ത് കിട്ടും, ഒരു പ്ലേസിൽ തന്നെ കിട്ടും. അതാണ് സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസ്. നമ്മൾ പല സ്ഥലങ്ങളിൽ അന്വേഷിച്ച് പോകണ്ട, ആ സർവീസ് എല്ലാവരും ഒറ്റ സ്ഥലത്ത് കിട്ടും, ഒറ്റ OPD-യിൽ കിട്ടും നമുക്ക്. ഇനി ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സർവീസ്? എങ്ങനെയാ? പ്രൊവൈഡഡ് ഇൻ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്. റെസ്പെക്റ്റീവ്, ഓരോ സെക്ഷനിലും അതിന്റെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ, അവിടെ ആയിരിക്കും OP സർവീസ് എന്ന് പറയുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള OP സർവീസ് അതാത് ഡിപ്പാർട്ട്മെന്റിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അതാത് ഡിപ്പാർട്ട്മെന്റ്, ഞാൻ പറഞ്ഞില്ല കാർഡിയോളജി അതൊരു സെക്ഷൻ, ഒഫ്താൽമോളജി അപ്പൊ അത് അതിന്റെ OP അങ്ങനെയായിരിക്കും.
ഓരോ ഡിപ്പാർട്ട്മെന്റിന് ഇപ്പൊ കാർഡിയോളജിയിലെ ആണെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റില് OP സർവീസ് ഉണ്ടോ, OP സർവീസുകള് അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയായിരിക്കുന്നത്. അതാണ് ഡീസെൻട്രലൈസ്ഡ്. പിന്നെ ടൈപ്പ് അനുസരിച്ച് 3 ഉണ്ട്. ഇനി അടുത്തതൊക്കെ മാനേജറിയൽ കൺസിഡറേഷൻ. ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലൊക്കെ മാനേജ്മെന്റ് തലത്തില് ഉറപ്പുവരുത്തേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. മാനേജ്മെന്റ് തലത്തില് നമ്മള് ഉൾപ്പെടുത്തേണ്ട പ്രധാന കാര്യങ്ങൾ, മാനേജർ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളാണ് മാനേജറിയൽ കൺസിഡറേഷൻ. ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ സ്ഥാപനത്തിലോ മാനേജ്മെന്റ് തലത്തില് ഉറപ്പുവരുത്തേണ്ട ചില കാര്യങ്ങളാണ്. ഒന്നാമത്തെ എന്ത് വേണം, നല്ലൊരു പബ്ലിക് റിലേഷൻ വേണം. പബ്ലിക്കും പേഷ്യൻസുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുകയും അത് നിലനിർത്തുകയും വേണം. കിട്ടിയോ? പബ്ലിക് റിലേഷൻ ഉറപ്പുവരുത്തണം, മാനേജ്മെന്റ് ഉറപ്പുവരുത്തണം. അപ്പൊ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു മാനേജ്മെന്റ് ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. ഏതാണ് എന്ത് ഉറപ്പുവരുത്തുക? പബ്ലിക് റിലേഷൻ. പബ്ലിക്കും പേഷ്യൻസുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുകയും അത് നിലനിർത്തുകയും വേണം. രണ്ടാമത്തെ വാംത്ത്. വാംത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഊഷ്മളത. അതായത് പേഷ്യൻസിനോടൊക്കെ നല്ല സ്നേഹത്തോടും നല്ല കരുതലോടും കൂടിയൊക്കെ പെരുമാറണം. വാംത്ത്. പേഷ്യൻസിനോട് നല്ല സ്നേഹത്തിലും നല്ല കരുതലോടും കൂടിയൊക്കെ പെരുമാറണം. റെസ്പെക്ട്. അവർക്ക് നല്ല ബഹുമാനം കൊടുക്കണം. മിനിമം വെയിറ്റിംഗ്. പിന്നെ അടുത്തൊരു കാര്യം എന്താ മാനേജ്മെന്റ് കൺസിഡർ ചെയ്യേണ്ടത്? മിനിമം വെയിറ്റേജ്. അപ്പൊ അവിടെ വരുന്ന പേഷ്യൻസിന് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യിക്കാൻ പാടില്ല അല്ലെ. കുറഞ്ഞ വെയിറ്റിംഗ് ടൈം അതേപോലെ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കണം. മിനിമം വെയിറ്റിംഗ്. പിന്നെയാണ് ക്ലീൻനെസ്. അതായത് ക്ലീൻനെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ശുചിത്വം. ഹോസ്പിറ്റലിലും പരിസരവും ഒക്കെ എപ്പോഴും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം. പിന്നെ അടുത്ത ഗുഡ് ആംബിയൻസ്. നല്ല അന്തരീക്ഷം. ആ ഹോസ്പിറ്റലിലെ തന്നെ അറ്റ്മോസ്ഫിയർ, നല്ലൊരു അന്തരീക്ഷം അല്ലെ, നല്ലൊരു സമാധാനപരമായിട്ടുള്ള ഇൻഫെക്ഷൻ ഫ്രീ ആയിട്ടുള്ള നല്ലൊരു അന്തരീക്ഷം അവിടെ പ്രൊവൈഡ് ചെയ്യണം. അടുത്തതാണ് ക്യാൻറ്റീൻ സർവീസുകൾ. അവർക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് സ്റ്റാഫിന് പേഷ്യൻസിനൊക്കെ ഫുഡ് കഴിക്കാനുള്ള ക്യാൻറ്റീൻ ഫെസിലിറ്റി അത് കൺസിഡർ ചെയ്യണം. പേഷ്യന്റ് ഹിയറിംഗ് എന്ന് വെച്ചാൽ പേഷ്യൻസിന്റെ കാര്യങ്ങൾ കേൾക്കണം. പേഷ്യൻസിന് എന്തെങ്കിലും പരാതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യണം. പിന്നെ അടുത്താണ് വെന്റിലേഷൻ. നല്ല വെന്റിലേഷൻ ഉറപ്പാക്കണം. പിന്നെ അതുപോലെ വാട്ടർ സപ്ലൈ വേണം. OPD ടൈമിംഗ്. OPDയുടെ ടൈമിംഗ് കൃത്യമായിട്ട് പാലിക്കുക. അത് അവർക്ക് പ്രദർശിപ്പിക്കുകയും ചെയ്യുക. അപ്പൊ ഇത്രയുമാണ് ഒരു OPD-യുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റ് കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ. ജസ്റ്റ് മെയിൻ പോയിന്റ്സ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ അതൊന്ന് നോക്കി വെച്ചേരെ കേട്ടോ. പോയിന്റ്സുകളൊന്ന് പെട്ടെന്ന് വായിച്ചു നോക്കിയേ. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മാനേജ്മെന്റ് കൺസിഡർ ചെയ്യുന്നതിലേക്കാണ്. മാനേജ്മെന്റ് എന്തൊക്കെ കാര്യങ്ങൾ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് കൺസിഡർ ചെയ്യണം, പരിഗണിക്കണം. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കൊള്ളണം. ഇനി അടുത്തത് OPD പ്രോസസ് ആണ്. എല്ലാവരും പോയിട്ടില്ലേ OPD-യില് പോകാത്തവരുണ്ടോ? ഹോസ്പിറ്റലില് ഒരു പ്രാവശ്യമെങ്കിലും പോകാത്തവരില്ല അല്ലെ? നമുക്ക് എന്തെങ്കിലും മരുന്ന് മേടിക്കാനും ഒക്കെ. അപ്പൊ എങ്ങനെയാ അവിടെ പ്രോസസ്? നമ്മൾ നേരിട്ട് ഓടിച്ചെന്ന് ഡോക്ടറിന്റെ റൂമിലേക്ക് കയറുകയാണോ ചെയ്യണേ? അല്ലല്ലോ, അവിടെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. നമ്മൾ എന്തൊക്കെയാ ചെയ്യണേ? ആ ഒരു OPD-യിലെ പ്രോസസ് ആണ്. ഇതും നിങ്ങൾ ഈ ആരോ മാർക്കറ്റ് തന്നിട്ടില്ലേ, അതിന്റെ ഓർഡർ ഒന്ന് നോക്കി വെക്കണം കേട്ടോ. എങ്ങനെയൊക്കെയാന്ന് അത് വേണമെങ്കിൽ ഇപ്പൊ ആദ്യത്തെ 4 തന്നിട്ട് അത് തിരിച്ചു വേണമെങ്കിൽ തരാം. എന്നിട്ട് അതിനെ കറക്റ്റ് ചെയ്താണെന്നൊക്കെ ചോദിക്കാം. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കണം. നമുക്കത് എല്ലാവർക്കും ഒരുമിച്ച് OPD-യിലേക്ക് പോകാം കേട്ടോ. ഒരു OPD-യിലെ പ്രോസസ് എങ്ങനെയാ? ആദ്യം എന്താ ചെയ്യുക? അറൈവിങ് അറ്റ് OPD. ആദ്യത്തെ കാര്യം എന്താ? നമ്മൾ OPD-യിൽ എത്തിച്ചേരണം. വീട്ടിൽ നിന്ന് OPD വരെ എത്തണ്ടേ അല്ലെ? ഹോസ്പിറ്റലിലെ OPD വരെ എത്തണം. അറൈവിങ്, എത്തിച്ചേരുക. നമ്മൾ അറൈവിങ് അറ്റ് OPD-യിൽ എത്തി, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ എത്തി. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ അവിടെ റിസപ്ഷനിൽ ചെല്ലും ഇല്ലേ? അല്ലാതെ ഡോക്ടറിന്റെ റൂമിലേക്കോ നേഴ്സിന്റെ അടുത്തേക്കോ ഫാർമസിയിലേക്കോ ഒന്നും അല്ല നമ്മൾ ആദ്യം പോണത്. OPD ചെന്നു, എന്നിട്ട് റിസപ്ഷനിൽ ചെല്ലും. റിസപ്ഷനിൽ ചെന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ രജിസ്ട്രേഷൻ എടുക്കും, ചീട്ടെടുക്കൂലേ? പേര്, അഡ്രസ്സ്, നമ്മുടെ ഡേറ്റ് ഒക്കെ പറഞ്ഞു കൊടുത്ത് നമ്മൾ രജിസ്ട്രേഷൻ. അപ്പൊ നമുക്ക് നമ്പർ തരുന്നത് അല്ലെ?
അന്നേരം എന്ത് ചെയ്യും? ഇഷ്യൂ ഓഫ് ടോക്കൺ നമ്പർ. എത്രാമത്തെ നമ്പർ ആണെന്ന് പറഞ്ഞാൽ നമുക്കൊരു ടോക്കൺ നമ്പറും ഇഷ്യൂ ചെയ്യും. നമ്മളിപ്പോ ഡോക്ടറിനെ കാണാനായിട്ട് പോവുകയാണ്. OPD-യിൽ ചെന്നു, റിസപ്ഷനിസ്റ്റ് ചെന്നു, രജിസ്ട്രേഷൻ ചെന്നു, അന്നേരം എന്ത് ചെയ്യുന്നു? രജിസ്റ്റർ ചെയ്തിട്ട് നമുക്കൊരു ടോക്കൺ നമ്പർ തന്നു. ഈ ടോക്കൺ നമ്പർ തന്നിട്ട് എന്ത് ചെയ്യും? നമ്മള് വെയിറ്റിംഗ് റൂം വെയിറ്റ് ചെയ്യണം. പിന്നെ അവിടെ ഡോക്ടർ വരുന്നവരെ അല്ലെങ്കിൽ നമ്മുടെ നമ്പർ എത്തുന്നവരെ വെയിറ്റ് ചെയ്യണ്ടേ? വെയിറ്റിംഗ് റൂമിൽ ചെന്നു. വെയിറ്റിംഗ് റൂമിൽ അവിടെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? നമ്മൾ അവിടെ കൺസൾട്ടേഷൻ വിത്ത് ഡോക്ടർ. അപ്പൊ നമ്മുടെ നമ്പർ വിളിക്കുമ്പോൾ നമ്മൾ വേഗം പോയി ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യും. ഓക്കെ, ഡോക്ടറിനെ കാണും നമ്മൾ. എന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയോ? ഇനി ഡോക്ടറിനെ കണ്ടിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ നോക്കിയിട്ട് നേരെ എന്ത് ചെയ്യുന്ന അറിയോ? നമുക്ക് ഈ ഇഷ്യൂവൻസ് ഓഫ് മെഡിക്കൽ ചിറ്റ് എന്നാണ് കേട്ടോ. അത് ചിറ്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വരും. അതായത് ഇന്ന രോഗമാണെന്ന് ഡോക്ടർ അത് പ്രിസ്ക്രൈബ് ചെയ്ത് തരൂലേ നമുക്ക്? മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ. എ സ്മോൾ സ്ലിപ്പ് ഓഫ് പേപ്പർ. ഡോക്ടർ നമുക്കൊരു സ്ലിപ്പ് വരും അവിടെ. എന്താണ് അസുഖം അല്ലെങ്കിൽ എന്താണ് മെഡിസിൻസ് ഒക്കെ പ്രിസ്ക്രൈബ് തരും. ചിറ്റ് എന്നാണ് കേട്ടോ. ചിറ്റ്, CHIT, മെഡിക്കൽ ചിറ്റ്. ഇഷ്യൂവൻസ് ഇഷ്യൂ ചെയ്യും നമുക്കത്. ഇഷ്യൂവൻസ് ഓഫ് മെഡിക്കൽ ചിറ്റ്. മെഡിക്കൽ ചിറ്റ് എന്ന് പറഞ്ഞാൽ എ സ്മോൾ സ്ലിപ്പ് ഓഫ് പേപ്പർ. ഒരു പേപ്പർ അതിന്റെ ഇതായിട്ട് ഡോക്ടർ നമുക്ക് എഴുതി തരും അവിടെ. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ നേരെ എന്ത് ചെയ്യും? അറൈവിങ് അറ്റ് ഫാർമസി. നേരെ നമ്മൾ എന്ത് ചെയ്യും? ഫാർമസി പോകും. അപ്പത്തേക്കും ഡോക്ടറിന് ഇതൊക്കെ എങ്ങോട്ടേക്ക് വരും? ഫാർമസിയിലേക്ക് വരും. ഇനി ഫാർമസി നമ്മൾ ചെന്നിട്ട് എന്ത് ചെയ്യും? ടോക്കൺ നമ്പർ വരും ഫാർമസിന്ന്. എന്നിട്ടോ നമ്മൾ വെയിറ്റ് ചെയ്യും. നമ്മുടെ നമ്പർ എത്തണ വരേക്കും നമ്മൾ വെയിറ്റ് ചെയ്യും. എന്നിട്ട് നമ്മുടെ നമ്പർ എത്തുമ്പോൾ ടോക്കൺ നമ്പർ എത്രയാന്ന് പറയുമ്പോൾ നമ്മൾ നേരെ പോയി കളക്ഷൻ ഓഫ് മെഡിസിൻ വാങ്ങും. എന്നിട്ട് എന്ത് ചെയ്യും? ഡിപ്പാർച്ചർ, തിരികെ പോകും. അതാണ് ഒരു OPD-യിൽ സാധാ പ്രോസസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കി നിങ്ങൾ അവിടെ കൺസൾട്ടേഷൻ വിത്ത് ഡോക്ടർ പറഞ്ഞില്ലേ? ഇപ്പൊ ഡോക്ടർ നേരിട്ട് നോക്കി പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണ് നേരെ മെഡിക്കൽ ചിറ്റ് നമുക്ക് തരും. ഇത് തരും. ഇനി അല്ലെങ്കിലോ എന്താണ്? കൺസൾട്ടേഷൻ വിത്ത് ഡോക്ടർ. ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടർ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻസിന് എഴുതും. എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാനോ, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനോ, യൂറിൻ ടെസ്റ്റ് ചെയ്യാനോ, അങ്ങനെ എന്തെങ്കിലും ഇതിലേക്ക് ഡോക്ടർ എഴുതും. അങ്ങനെയാണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ അത് കഴിഞ്ഞ് നോക്കിയാൽ റെഫറൽ SPL എന്നാട്ടോ. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ എന്നാണ് കേട്ടോ. SPL എന്ന് എഴുതിയേക്കണേ. സ്പെഷ്യലിസ്റ്റ് ഡോക്ടറാണ്. അല്ലെങ്കിൽ സ്പെഷ്യൽ ക്ലിനിക്കിലേക്ക് റെഫറൽ ചെയ്യും ഡോക്ടർ. ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റെഫറലാണ്. സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിന്റെ വഴി റെഫർ ചെയ്യാം. എന്നിട്ട് ആ ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ ഇവിടെ നോക്കി നേരെ നമ്മൾ ഫാർമസിയിൽ വരുന്നു. ടോക്കൺ നമ്പർ എടുത്തു, വെയിറ്റിംഗ് ചെയ്തു, കളക്ഷൻ ഓഫ് മെഡിസിൻ കളക്ട് ചെയ്തു, ഡിപ്പാർച്ചർ തിരികെ പോകും. ആ ഒരു ഓർഡർ ഒന്ന് നോക്കിയോട്ടോ. ഓർഡർ ഒന്ന് നോക്കി വെക്കുക. നമ്മൾ ആ പോണ പാത്ത് തന്നെ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. പ്രത്യേകിച്ച് അവിടെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എങ്ങനെയാ ഒരു OP പോണത്? ആ ഒരു പ്രൊസീജിയറാണ് അവിടെ കൊടുത്തേക്കുന്നത്. OP പോകുന്നു, റിസപ്ഷനിൽ ചെല്ലുന്നു, രജിസ്റ്റർ ചെയ്യുന്നു, ടോക്കൺ നമ്പർ തരുന്നു, നമ്മൾ വീട്ടിൽ വെയിറ്റ് ചെയ്യുന്നു, ഡോക്ടറിനെ കാണുന്നു, ഡോക്ടർ മെഡിക്കൽ ചിറ്റ് തരുന്നു, ഫാർമസിയിൽ എത്തുന്നു, വീണ്ടും നമ്മൾ ഫാർമസിയിലേക്ക് ഒരു ടോക്കൺ നമ്പർ ഇല്ലേ? ടോക്കൺ നമ്പർ തരുന്നു, വെയിറ്റ് ചെയ്യുന്നു, കളക്ഷൻ ഓഫ് മെഡിസിൻ കളക്ട് ചെയ്യുന്നു, ഡിപ്പാർച്ചർ തിരികെ പോകുന്നു. അതിന്റെ ഓർഡർ നിങ്ങളൊന്ന് നോക്കി വെച്ചവിടെ. ഇനി അടുത്തതാണ് മാനേജ്മെന്റ് സ്ട്രക്ചർ. റെഫറൽ ടു സ്പെഷ്യലിസ്റ്റ് എന്നാണ് കേട്ടോ. അത് SPL എന്ന് പറഞ്ഞാൽ സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ അതർ ക്ലിനിക്ക്. അങ്ങോട്ടേക്ക് റെഫർ ചെയ്യും ഡോക്ടർ ചിലപ്പോ. അതാണ് സ്പെഷ്യലിസ്റ്റ് എന്നാണ് SPL എഴുതിയേക്കുന്നത്. റെഫറൽ സ്പെഷ്യലിസ്റ്റ്. ഇനി അടുത്തത് നോക്കിയ മാനേജ്മെന്റ് സ്ട്രക്ചർ. എന്താണ് ഒരു മാനേജ്മെന്റിന്റെ ഒരു ഘടന? എങ്ങനെയാണെന്ന് നോക്കിയേ. മെഡിക്കൽ സ്റ്റാഫ് ഉണ്ട്, നേഴ്സിംഗ് സ്റ്റാഫ് ഉണ്ട്, സബ്സർവിയന്റ് സ്റ്റാഫ് ഉണ്ട്, ക്ലറിക്കൽ സ്റ്റാഫ് ഉണ്ട്. സോറി, അത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ അല്ലേ. ഒരു മിനിറ്റ്, അതിന് മുന്നിട്ട് മാനേജ്മെന്റ് സ്ട്രക്ചർ കഴിഞ്ഞിട്ട് അത് നോക്കാം കേട്ടോ. നമുക്ക് ഓർഗനൈസേഷൻ ഈ മാനേജ്മെന്റിന്റെ ഒരു ഘടനയാണ് പറഞ്ഞേക്കുന്നത് അവിടെ. മാനേജ്മെന്റ് സ്ട്രക്ചർ നോക്കിയേ. ഫ്ലോ ഓഫ് പേഷ്യന്റ് ഷുഡ് ബി സ്മൂത്ത്, ഈസി ആൻഡ് ക്വിക്ക്. അപ്പൊ ഒരു OPD-യിലേക്ക്
ഒരു ഒ പി ഡിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നമ്മൾ ചെയ്യേണ്ടത്? അത് മാനേജ്മെന്റിന്റെ ആ ഒരു ഘടന എങ്ങനെയാണ്? ഓടി നമ്മൾ വേഗം ചെന്ന് ഇങ്ങനെയല്ല. ആ മാനേജ്മെന്റ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? പേഷ്യൻസിന്റെ ഫ്ലോ എങ്ങനെയാക്കണം? സ്മൂത്ത്, ഈസി, ക്വിക്ക്, വേഗത്തില്. സ്മൂത്ത് ആയിട്ട്, ഈസി ആയിട്ട്, എളുപ്പത്തില്, വേഗത്തില് ഫ്ലോ ചെയ്യണം. മാനേജ്മെന്റിന്റെ ആ പേഷ്യന്റിന്റെ ഫ്ലോ അങ്ങനെ ആയിരിക്കണം. ഒരുപാട് നേരം ഒന്നും പേഷ്യന്റിനെ വെയിറ്റ് ചെയ്യാതെ പേഷ്യന്റിന്റെ ഫ്ലോ സ്മൂത്ത് ആക്കണം, ഈസി ആക്കണം, വേഗത്തിലാക്കണം. പ്രൊവിഷൻ ഓഫ് സഫിഷ്യന്റ് നമ്പർ ഓഫ് സ്റ്റാഫ്. അടുത്തൊരു കാര്യമാണ്, ആവശ്യത്തിനുള്ള സ്റ്റാഫ് വേണം. ആവശ്യത്തിന് സ്റ്റാഫ് വേണം, അതിനുള്ളൊരു വ്യവസ്ഥ വേണം. പ്രൊവിഷൻ ഓഫ് സഫിഷ്യന്റ് നമ്പർ ഓഫ് സ്റ്റാഫ്. ആവശ്യത്തിന് എണ്ണം സ്റ്റാഫ് വേണം, അതിനൊരു വ്യവസ്ഥ ഉണ്ടാക്കണം. പിന്നെ അടുത്ത പാർക്കിംഗ്, വെഹിക്കിൾസും മറ്റു പാർക്ക് ചെയ്യാനുള്ള ഒരു പാർക്കിംഗ് ഫെസിലിറ്റി വേണം അവിടെ. അടുത്തതാണ് ഓർഗനൈസേഷണൽ കമ്പോണൻസ് ഓഫ് ഒ പി ഡി. ഒരു ഒ പി ഡിയിലെ ഓർഗനൈസേഷൻ കമ്പോണൻസ് എന്തൊക്കെയാണ്? ഓർഗനൈസേഷൻ കമ്പോണൻസ് ഓഫ് ഒ പി ഡി. ഒ പി ഡിയിലെ കമ്പോണൻസ് ആണ്. അവിടെ ആരൊക്കെയുണ്ട്? മെഡിക്കൽ സ്റ്റാഫ് ഉണ്ട്, നേഴ്സിംഗ് സ്റ്റാഫ് ഉണ്ട്, സബ്സർവിയൻ സ്റ്റാഫ് ഉണ്ട്, ക്ലറിക്കൽ സ്റ്റാഫ് ഉണ്ട്. ഒന്ന് നോക്കിയേ, ഓർഗനൈസേഷൻ ഓഫ് കമ്പോണൻസ് ഓഫ് ഒ പി ഡി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതും മെഡിക്കൽ സ്റ്റാഫ്. മെഡിക്കൽ സ്റ്റാഫ് എന്താ ചെയ്യുന്നേ? സെൻട്രൽ ടു ഓർഗനൈസേഷൻ, മാനേജിങ് പേഷ്യൻസ്, അല്ലെ? പേഷ്യൻസിനെ മാനേജ് ചെയ്യുന്നു. ഒരു ടീം ഓഫ് പ്രൊഫഷണൽ ആണ് മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്നത്. മെഡിക്കൽ സ്റ്റാഫ് സെൻട്രൽ ടു ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷന്റെ ഒരു സെൻട്രൽ ആണ് മെഡിക്കൽ സ്റ്റാഫ്. മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്നത് ടീം ഓഫ് പ്രൊഫഷണൽ റെസ്പോൺസിബിൾ ഫോർ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് മാനേജിങ് പേഷ്യൻസ്. ഒരു പ്രൊഫഷണൽ വേണം, മെഡിക്കൽ സ്റ്റാഫ് വേണം. അത് സെൻട്രൽ, ആ ഓർഗനൈസേഷനിൽ സെന്റർ ആണ്, കേന്ദ്രമാണത്. പിന്നെ അടുത്ത നേഴ്സിംഗ് സ്റ്റാഫ് വേണം. നേഴ്സിംഗ് സ്റ്റാഫിൽ ആരൊക്കെ വേണ്ടത്? നേഴ്സസും ANM-ഉം. ANM എന്ന് കേട്ടിട്ടുണ്ട് നിങ്ങള്? ഓക്സിലറി നേഴ്സ് മിഡ്വൈഫ്. ഓക്സിലറി നേഴ്സ് മിഡ്വൈഫ് ആണ് ANM എന്ന് പറയുന്നത്. ANMS, നേഴ്സ് മിഡ്വൈഫ്, ഓക്സിലറി നേഴ്സ് മിഡ്വൈഫ്. ഇതൊക്കെ നേഴ്സിംഗ് സ്റ്റാഫിൽ വരുന്ന സാധാ നേഴ്സസും അതുപോലെ ഓക്സിലറി നേഴ്സ് മിഡ്വൈഫ്സും നേഴ്സിംഗ് സ്റ്റാഫില്. ഇനി സബ്സർവിയന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ സബായിട്ട് നിൽക്കുന്നത് റേഡിയോളജി, ലബോറട്ടറി ആൻഡ് ECG. ഇതൊക്കെ സബ്സർവിയന്റ്. സബ്സർവിയന്റ് സ്റ്റാഫ് റേഡിയോളജിയിലുള്ളവര്, ലബോറട്ടറി, ECG ഇതൊക്കെ. അടുത്താണ് ക്ലറിക്കൽ സ്റ്റാഫ്. ക്ലറിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലറിക്കൽ ഓഫീസ് പരമായിട്ടുള്ള, അല്ലെ? റെക്കോർഡ്സ് അപ്ഡേറ്റ് ചെയ്യുക, ഡോക്യുമെന്റ്സ് ഒക്കെ മാനേജ് ചെയ്യുക, അങ്ങനെയുള്ള സ്റ്റാഫുകൾ വേണം. ഇതാണ് ഒരു കമ്പോണൻസ്, ഓർഗനൈസേഷണൽ കമ്പോണൻസ് ഓഫ് OPD. മെഡിക്കൽ സ്റ്റാഫ്, നേഴ്സിംഗ് സ്റ്റാഫ്, സബ്സർവിയൻ സ്റ്റാഫ്, ക്ലറിക്കൽ സ്റ്റാഫ്. ക്ലിയർ ആണോ എന്നൊക്കെ ആ രണ്ട് കാര്യങ്ങളും ഒന്ന് വായിച്ചേ. ചെറിയ ഹെഡിങ് ആട്ടോ. ഒരു ഓർഗനൈസേഷന്റെ അതേ സംഘടനയുടെ ഘടകങ്ങൾ, കമ്പോണൻസ് ആണ്. ഇവരെല്ലാവരും ഉണ്ടായിരിക്കും കേട്ടോ. ഇനി പ്രോബ്ലംസ് ആണ്. സ്ക്രീൻ പോയോ? ഇല്ലേ? ഞാൻ പറഞ്ഞായിരുന്നു ഇടയ്ക്ക് ഇതൊരു പ്രശ്നം. പോയോ? ഓക്കെ. നിങ്ങളൊന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്തിടണം കേട്ടോ പിള്ളേരെ. ഇത് കഴിഞ്ഞ ക്ലാസ്സിലുണ്ടെന്ന് പറയണ്ടായിരുന്നു. ഈ സ്ക്രീൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകല്. ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്ലാസ് കയറുമ്പോൾ തന്നെ ഷെയർ ചെയ്ത് ഓക്കെയാണ് നിങ്ങൾ കമ്പ്യൂട്ടറിന് ശേഷം നമ്മൾ തുടങ്ങാറുള്ളൂ. പക്ഷെ എന്താണെന്ന് അറിയില്ല, ഇടയ്ക്ക് പോകും. ടെക്നിക്കലിൽ അവരോടൊന്ന് നോക്കാൻ പറയാം. ഇടയ്ക്കിടയ്ക്ക് സ്ക്രീനിൽ പോകുന്നുണ്ട്. ഓക്കെ ആണല്ലേ? യെസ്. ഇനി പോവാണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. എനിക്കറിയില്ല, ഇവിടെ ഓൾറെഡി ഇവിടെ സ്ക്രീൻ ഓൾറെഡി എപ്പോഴും ഷെയർ ചെയ്താ ഇടുന്നേ. ഷെയർ ചെയ്തതിനു ശേഷം നമ്മൾ ക്ലാസ് തുടങ്ങി. ഇതിന്റെ ഇടയ്ക്ക് പോവുകയാണെങ്കിലും ഇവിടുത്തെ സ്ക്രീൻ ഇങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്തിട്ടാ കേട്ടോ.
ഇനി അടുത്തത് നമ്മൾ നോക്കുന്ന ജനറൽ പ്രോബ്ലംസ് ആണ്. എന്തൊക്കെയാണ് ഒരു OPD-യില് ജനറൽ ആയിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ? ഏതൊരു സ്ഥലത്തും ഉണ്ടാവും അല്ലേ? നമ്മൾ എത്ര പെർഫെക്റ്റ് ആക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ OPD-യിലുള്ള ജനറൽ പ്രോബ്ലംസ് ആണ്. ഓരോന്നും പറഞ്ഞിട്ട് പൊതുവായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ആദ്യം നോക്കാം. പിന്നെ സ്പെസിഫിക് പ്രോബ്ലംസ് പറയുന്നുണ്ട്. ജനറൽ പ്രോബ്ലംസും സ്പെസിഫിക് പ്രോബ്ലംസും പറയുന്നുണ്ട്. അപ്പൊ ജനറൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാന്ന് നോക്കിയേ. ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്. അത്ര അണ്ടർലൈൻ ചെയ്തിട്ടേ, ഫുൾ ഒന്നും നോക്കണ്ട അവിടെ. ജനറൽ പ്രോബ്ലം ആണ് ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്. ആവശ്യത്തിന് ഡോക്ടർമാരില്ല. അതൊരു പ്രശ്നമല്ലേ ഒപിയില് പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ അവരെ നോക്കാനായിട്ട് ആവശ്യത്തിന് ഈ പേഷ്യൻസിനെ നോക്കാൻ ആവശ്യത്തിന് ഡോക്ടർമാരില്ല. അപ്പൊ അത്രയും മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഞാൻ ഈ പറയുന്ന പോയിന്റ്സ് മാത്രം, മെയിൻ പോയിന്റ്സ് ഒന്ന് നോക്കി വെക്കാം അവിടെ. ആവശ്യത്തിന് ഡോക്ടർമാരില്ല. ഇറ്റ് ഈസ് ഫോൺ ദാറ്റ് there are large number of patients waiting in front of the doctor's room. നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടറിന്റെ റൂമിന്റെ ഫ്രണ്ടിൽ നിറച്ചും കസേരയില് ഫുള്ളായിരിക്കും ഒരു ആൾക്കാര്. ഇഷ്ടംപോലെ പേഷ്യൻസ് ഉണ്ടാവും ആ ഡോക്ടറിനെ കാണാനായിട്ട്. ദിസ് ഈസ് മെയിൻലി ഡ്യൂ ടു, ഇത് എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാവുക? മെയിൻലി ഡ്യൂ ടു ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് ടു സെർവ് ആൻഡ് കമ്പയർ ദ നമ്പർ ഓഫ് പേഷ്യൻസ്. അല്ലേ? അതായത് നമ്മുടെ പേഷ്യൻസിന്റെ എണ്ണവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്രയും ഡോക്ടർമാരില്ല who arrive at the clinic. അതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പൊ അവിടെ ആകെ ഒരു ENT മാത്രമേ ഉള്ളൂ. ENT-നെ കാണാനായിട്ട് ഒരു 100 പേര് അവിടെ വെയിറ്റിംഗ് ആണ്. എപ്പോ കണ്ടിട്ട് പോരാനല്ലേ? അപ്പൊ അത് ആ ഡോക്ടർ അവിടെ ഇല്ല. അല്ലെങ്കിൽ ഫിസിഷ്യൻ, അല്ലെങ്കിൽ കാർഡിയോളജി സെക്ഷനിൽ ആകെ ഒരു ഡോക്ടർ മാത്രമേ ഉള്ളൂ. അത് അങ്ങനെ വരുമ്പോഴൊക്കെയാണ് നമുക്ക് കൂടുതൽ. അപ്പൊ അതായത് പേഷ്യൻസിന്റെ എണ്ണവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഡോക്ടേഴ്സ് അവിടെ വേണമെന്നാ പറയുന്നത്. അങ്ങനെ ഇല്ലാത്തതാണ് ഒരു പ്രശ്നം. ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് ടു സെർവ് ആസ് കമ്പയർഡ് ടു ദ നമ്പർ ഓഫ് പേഷ്യൻസ്. സ്ക്രീൻ കാണുന്നില്ലേ? പിന്നെ ഇതെന്ത് പറ്റി? കാണുന്നുണ്ടല്ലോ, തപ്പിട്ടുണ്ടല്ലോ. കാണാം. ആലിയ, അമൃത, ജിത, ജെന്നി ഒക്കെ തമ്മിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ കാണാന്ന് വന്നു. ഓക്കെ. അപ്പൊ ഒന്നാമത് അണ്ടർലൈൻ ചെയ്തില്ല അത്ര നിങ്ങളെ ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്. അതാണ് ഒരു പ്രശ്നം കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഒന്നുകൂടി പെട്ടെന്ന് പറയാം. ആവശ്യത്തിന് നമ്പർ ഇല്ല. അത് എന്തുമായിട്ട്? പേഷ്യൻസിന്റെ നമ്പറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആവശ്യത്തിന് ഡോക്ടർ ഇല്ല. അത് ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്. പിന്നെ അടുത്ത് നോക്കി, ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. അടുത്ത പ്രശ്നം എന്താ? OPD-യിലുള്ള അനുയോജ്യമല്ലാത്ത അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. അവർക്ക് തോന്നിയ രീതിയിൽ പോയോ? ഓക്കെ. അപ്പൊ രണ്ടാമത് നോക്കി നിങ്ങൾ അവിടെ. ഓക്കെ. ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. രണ്ടാമത്തെ കേട്ടോ, അനുയോജ്യമല്ലാത്ത അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. അപ്പോയിന്റ്മെന്റ് പേഷ്യന്റ് ഹാസ് നോ priority over a non-appointment patient. This creates a congestion in the clinic during the beginning of the day. ഒന്ന് ശ്രദ്ധിച്ചേ, ഈ അപ്പോയിന്റ്മെന്റ് എല്ലാവരും തന്നെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടാണല്ലേ വന്നത്. ഈ അപ്പോയിന്റ്മെന്റ് എടുക്കാതെ വരുന്ന പേഷ്യൻസ് കണ്ടോ, അവർക്ക് മുൻഗണന കൊടുക്കുകയാണെങ്കിൽ, നേരത്തെ വന്ന നോൺ അപ്പോയിന്റ്മെന്റ് പേഷ്യന്റിനേക്കാൾ മുൻഗണന നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ഓക്കെ, അപ്പോയിന്റ്മെന്റ് ചെയ്ത പേഷ്യന്റ് ഇപ്പൊ ഓൾറെഡി അണ്ടർലൈൻ ഏതാണെന്നാണോ? ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം എന്ന് അണ്ടർലൈൻ ചെയ്യാം. ഒന്നാമത്തെ പോയിന്റില് ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് എന്നല്ലേ, അത് അണ്ടർലൈൻ ചെയ്യാം. 2 പോയിന്റ് കുഞ്ഞിതാക്കി ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടെ.
ഇവിടെ അടുത്തൊരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഈ അപ്പോയിന്റ്മെന്റ് ചെയ്ത പേഷ്യന്റിനേക്കാൾ ഇപ്പൊ നമ്മളെല്ലാവരും അപ്പോയിന്റ്മെന്റ് എടുത്ത് വന്നേക്കുന്ന ആളാട്ടോ. നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് ബുക്ക് ചെയ്ത് വന്നേക്കുന്നതാണ്. അപ്പൊ നമ്മളെക്കാളും, അതായത് അപ്പോയിന്റ്മെന്റ് എടുത്ത് വന്ന പേഷ്യൻസിനേക്കാളും അപ്പോയിന്റ്മെന്റ് എടുക്കാതെ വരുന്നവർക്ക് മുൻഗണന കൊടുക്കുകയാണെങ്കിൽ എന്ത് പറ്റും? അവിടെ ഒരു തിരക്ക് വരും, കൺജങ്ഷൻ അല്ലെ? അവിടെ ഒരു തിരക്ക് വരും അവിടെ ഇൻ ദ ക്ലിനിക് ഡ്യൂറിംഗ് ദ ബിഗിനിങ് ഓഫ് ദ ഡേ. ആ ദിവസത്തിന്റെ ആരംഭത്തില് തന്നെ ഭയങ്കര തിരക്ക് വരും. അതല്ലേ ഇപ്പൊ നമ്മൾ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയല്ലേ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത്? നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന നമുക്ക് നമ്പറും തരും അവര്, 10ാമത്തെ നമ്പർ. എന്നിട്ട് പറയാം ഒരു 8:30 വന്നാൽ മതി. പിന്നെ അടുത്ത ആള് വിളിക്കുമ്പോഴത്തേക്ക് വേണമെങ്കിൽ 25ാമത്തെ നമ്പർ, അപ്പൊ പറയും 9:30 വന്നാൽ മതി. അങ്ങനെ ഓരോരുത്തരും അപ്പോയിന്റ്മെന്റ് എടുത്ത് വരുമ്പോ അവിടെ തിരക്കില്ല, ശരിയല്ലേ? അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വരുമ്പോൾ നമുക്ക് തിരക്കില്ല, അപ്പൊ അത് ഓക്കെ ആയിട്ട് അങ്ങ് പോവാം. എന്നാൽ ഈ അപ്പോയിന്റ്മെന്റ് എടുത്ത പേഷ്യൻസിനേക്കാളും അപ്പോയിന്റ്മെന്റ് എടുക്കാത്ത വരുന്ന പേഷ്യൻസിന് പ്രിയോറിറ്റി നൽകുകയാണെങ്കിൽ അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ്, നമുക്ക് അവിടെ തിരക്ക് വരും. അപ്പൊ അപ്പോയിന്റ്മെന്റ് എടുത്തവരൊക്കെ അവിടെ ഇരിക്കണ്ടേ? നമ്മളൊക്കെ അപ്പോയിന്റ്മെന്റ് എടുത്ത, പക്ഷെ അപ്പോയിന്റ്മെന്റ് എടുക്കാതെ വന്നവർക്ക് പ്രിയോറിറ്റി കൊടുത്ത് അവര് നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ്, ഒരു തിരക്കുണ്ടാവും. ആ ദിവസത്തിന്റെ ആരംഭത്തില് ക്ലിനിക്കില് വലിയ തിരക്കുണ്ടാവും. ഇതാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോയിന്റ്മെന്റ് പേഷ്യന്റ് ഹാസ് നോ പ്രിയോറിറ്റി. അപ്പോയിന്റ്മെന്റ് പേഷ്യൻസിന് പ്രിയോറിറ്റി കൊടുക്കുന്നില്ല ഓവർ ആൻഡ് നോൺ അപ്പോയിന്റ്മെന്റ് പേഷ്യൻസ് എന്നുള്ളത് കേട്ടോ. അങ്ങനെ വരുമ്പോഴും പിന്നെ അടുത്തത് നോക്കിയേ, ലോങ് വെയിറ്റിംഗ് ടൈം അറ്റ് മെഡിസിൻ റൂം. അണ്ടർലൈൻ ചെയ്ത് അത്രയും മെഡിസിൻ റൂമിൽ കുറെ നേരം വെയിറ്റ് ചെയ്യുന്നത്. നോ ലോങ് വെയിറ്റിംഗ് ടൈം അറ്റ് മെഡിസിൻ റൂം. കുറെ നേരം നിൽക്കണം. ആഫ്റ്റർ ദ പേഷ്യന്റ് റിസീവ് ദ പ്രിസ്ക്രിപ്ഷൻ ഫ്രം ദ ക്ലിനിക് കൗണ്ടർ, പേഷ്യൻസ് ആർ ഡയറക്റ്റഡ് ടു ദ മെഡിസിൻ റൂം. അല്ലെ, ക്ലിനിക് കൗണ്ടറിൽ നിന്ന് പ്രിസ്ക്രിപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പേഷ്യൻസ് എങ്ങോട്ട് പോകണം? മെഡിസിൻ മേടിക്കുന്ന അല്ലെ മെഡിസിൻ റൂമിലേക്ക് പോകണം. ടു റിമിറ്റ് ദ ഫീസ് ആൻഡ് റിസീവ് ദ മെഡിക്കേഷൻസ്. നമ്മൾ ഫീസ് അടയ്ക്കാനും മരുന്നുകളൊക്കെ സ്വീകരിക്കാനും ഒക്കെ ആയിട്ട് പോകണം. പോയോ? സ്ക്രീൻ അടയ്ക്കുന്നത് പോണേ. ഇപ്പൊ നിങ്ങളുടെ അതിന്റെ ടെക്സ്റ്റ് ഇല്ലേ? ടെക്സ്റ്റ് ഉള്ളതൊന്ന് എടുത്തു വെക്കുമെന്നാ. എന്നിട്ട് ഞാൻ പറയാം, അതൊന്ന് കൃത്യമായിട്ട് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി അവിടെ എന്നാ കേട്ടോ. എന്നിട്ട് നോക്കാം. പോയില്ല എന്നുണ്ട്, കേട്ടില്ല എന്നുണ്ട്, വന്നു എന്നൊക്കെ ഇവിടെ മെസ്സേജ് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണോ? ഇപ്പൊ നിങ്ങളുടെ അതിൽ ടെക്സ്റ്റ് ഉണ്ടല്ലോ, ആ ടെക്സ്റ്റ് ഉള്ളതും കൂടി എടുത്തു വെക്കാം കേട്ടോ. അപ്പൊ 3ാമത്തെ പോയിന്റിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് ഇത്രയും അണ്ടർലൈൻ ചെയ്തിടാം. ലോങ് വെയിറ്റിംഗ് ടൈം അറ്റ് മെഡിസിൻ റൂം. അണ്ടർലൈൻ ചെയ്ത് അത്രയും ഓക്കെ. അടുത്ത 4ാമത്തെ എന്താണ്? ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ്. OPD-യിൽ ആവശ്യത്തിന് സൗകര്യങ്ങളില്ല, അതിന്റെ ഷോർട്ടേജ്. ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ്, ഫെസിലിറ്റീസിന്റെ ഷോർട്ടേജ്, ആവശ്യത്തിന് സൗകര്യം ഇല്ല എന്നുള്ളത്. അടുത്ത 5ാമത്തെ നോക്കിയേ, ഇൻസഫിഷ്യന്റ് ട്രെയിനിങ് ഓഫ് മെഡിക്കൽ പേഴ്സണൽ കൺസേണിംഗ് ആംബുലേറ്ററി കെയർ. ഇൻസഫിഷ്യന്റ് ട്രെയിനിങ് ഓഫ് മെഡിക്കൽ പേഴ്സണൽസ്. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് ആണ് കേട്ടോ. PERSONNEL. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ സ്റ്റാഫ്. ആവശ്യത്തിന് ട്രെയിനിങ് കൊടുക്കുന്നില്ല എന്ന് വേണ്ട. ഔട്ട് പേഷ്യന്റ് ബേസില് മെഡിക്കൽ സ്റ്റാഫിന് ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള ആവശ്യത്തിന് ട്രെയിനിങ് ഇല്ലാത്തത്, അതൊരു പ്രശ്നമാണ്. പിന്നെ അടുത്തതാണ് ഫ്രാഗ്മെന്റേഷൻ ഓഫ് കെയർ, poor communication and inadequate understanding of the demands. പരിചരണം ഫ്രാഗ്മെന്റ് ചെയ്യുക, പരിചരണത്തെ വിഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു പല സെക്ഷനുകളായി തിരിക്കുക എന്നുള്ളത്. അങ്ങനെ ഫ്രാഗ്മെന്റേഷൻ ഓഫ് കെയർ, പൂർ കമ്മ്യൂണിക്കേഷൻ കുറവ്, ആൻഡ് ഇന്നാഡിക്വേറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദർ ഡിമാൻഡ്സ്. അവരുടെ ആവശ്യങ്ങളെ എന്താണ് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്. ചിന്തിക്കുട്ടി, നമ്മൾ 3ാമത്തെ പോയിന്റിലെ പറഞ്ഞത് ലോങ് വെയിറ്റിംഗ് ടൈം അറ്റ് മെഡിസിൻ റൂം, അത്രയും മതി. ഇനി 4ാമത്തേല് ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റി, അത്രയും. ഇനി അടുത്ത് നോക്കിയ ഇൻസഫിഷ്യന്റ് ട്രെയിനിങ് ഓഫ് മെഡിക്കൽ പേഴ്സണൽ, അത്രയും മതി കേട്ടോ. 5ാമത്തെ പോയിന്റ് ഇത്രയും മതി. ഇൻസഫിഷ്യന്റ് ട്രെയിനിങ് ഓഫ് മെഡിക്കൽ പേഴ്സണൽ, അത്രയും മതി കേട്ടോ. ഞാൻ ഷോർട്ട് ചെയ്ത് തന്നെയാണ്. ഓക്കെ. ഇനി അടുത്തത് നോക്കിയേ, അടുത്ത പോയിന്റ്സ് നോക്കിയേ, ഫ്രാഗ്മെന്റേഷൻ ഓഫ് കെയർ, പൂർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്നാഡിക്വേറ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദർ ഡിമാൻഡ്സ്.
അവർക്കുടെ ഡിമാൻഡ്, അതിനെക്കുറിച്ചുള്ള എന്താ പറയാ അപര്യാപ്തമായിട്ടുള്ള ധാരണ, ആവശ്യത്തിനുള്ള അണ്ടർസ്റ്റാൻഡിങ് അവര് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് അതൊരു പ്രശ്നമാണ്. ഇന്നാഡിക്വേറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഡിമാൻഡ്സ്, പേഷ്യൻസിന്റെ ആവശ്യങ്ങളെ അനുയോജ്യമായിട്ട് അത് മനസ്സിലാക്കാത്തത്, അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറവ്, അത് ഓരോ പരിചരണത്തെയും ഓരോ സെക്ഷനായിട്ട് തിരിക്കുന്നത്, ഇതൊക്കെ ഫ്രാഗ്മെന്റ് ചെയ്യുക, ഇതൊക്കെ എന്താണ് ഒരു പ്രശ്നം തന്നെയാണ്, ജനറൽ പ്രോബ്ലം ആണ് OPD കേട്ടോ. അടുത്തത് 7ാമത്തെ പോയിന്റ് നോക്കിയേ, ആൻ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഗിയർഡ് ടു ട്രഡീഷണൽ പ്രിഫറൻസസ് ആൻഡ് നീഡ്സ് ഓഫ് ദ പ്രൊവൈഡർ. ഈ നമുക്ക് ഈ പ്രൊവൈഡർ ഈ എന്താണ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നില്ലേ, അവരുടെ പരമ്പരാഗത മുൻഗണനകൾക്കും അവരുടെ ആവശ്യങ്ങൾക്കും കണക്കിലെടുത്ത് പ്രവർത്തിക്കാം. അതായത് പേഷ്യന്റിന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടല്ലാതെ. ഓർഗനൈസേഷൻ സ്ട്രക്ചർ എപ്പോഴും പേഷ്യന്റ് സെന്റേർഡ് ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം. എന്നാൽ ഇവിടെ ഓർഗനൈസേഷൻ 6th ആ പോയിന്റ് അങ്ങനെ തന്നെ നോട്ട് ചെയ്തോട്ടെ. അത് 3 സെക്ഷൻ ആയിട്ട്, പോർ കമ്മ്യൂണിക്കേഷൻ, ഇന്നാഡിക്വേറ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദർ ഡിമാൻഡ്സ്, ഫ്രാഗ്മെന്റേഷൻ ഓഫ് കെയർ എന്നുള്ളത് അങ്ങനെ തന്നെ നോക്കാം. പിന്നെ അടുത്തത് ആൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഗിയർഡ് ടു ട്രഡീഷണൽ പ്രിഫറൻസ്. നമ്മുടെ ആ ഹോസ്പിറ്റലില്ലേ, ആ ഹോസ്പിറ്റലിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, ഈ ട്രഡീഷണൽ പ്രിഫറൻസസ് ആൻഡ് നീഡ്സ് ഓഫ് പ്രൊവൈഡേഴ്സ്, അത് പ്രൊവൈഡ് ചെയ്യുന്നവരെ സ്റ്റാഫിനൊക്കെ ആവശ്യങ്ങളും അതിന് ട്രഡീഷണൽ മുൻഗണനയ്ക്കും ഒക്കെ അനുസൃതമായിട്ടുള്ള ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. പിന്നെ അടുത്തത് അത് അങ്ങനെ തന്നെ നോക്കാം. പിന്നെ അടുത്ത 8ാമത്തെ പോയിന്റ് റെസിസ്റ്റൻസ് ടു ചേഞ്ച്, മാറ്റത്തിനോടുള്ള പ്രതിരോധം എന്ന് വെച്ചാൽ എന്താ, അതായത് പുതിയ പുതിയ ടെക്നോളജികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഹോസ്പിറ്റലിലും OPDയിലും എന്ത് ചെയ്യണം, ആ പുതിയ കാര്യങ്ങളെ ഉൾക്കൊള്ളണം. പുതിയ സിസ്റ്റംസ്, പോളിസി എന്തെങ്കിലും ചേഞ്ച് കൊണ്ടുവരികയാണെങ്കിൽ ആ OPD എന്ത് ചെയ്യണം, ആസ് യൂഷ്വൽ എന്താണ് അതുപോലെ ആയിരിക്കണം. അല്ലാതെ ഇപ്പൊ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയി, പണ്ടത്തെ പോലെ ചീട്ട് എഴുതി വെക്കലൊന്നും അല്ല. അപ്പൊ OPDയിൽ എന്ത് ചെയ്യണം, ആ ഒരു മാറ്റം, ഇപ്പൊ അതൊക്കെ റെക്കോർഡ് മാറ്റി, റിട്ടേൺ റെക്കോർഡൊക്കെ മാറ്റി ഇപ്പൊ സിസ്റ്റം ആയപ്പോ നമ്മുടെ OPDയും അത് എന്ത് ചെയ്യണം, ആ മാറ്റങ്ങളോട് നമ്മൾ മാറണം ശരിക്കണം. പക്ഷെ ഇവിടെ റെസിസ്റ്റൻസ് എന്നാ പറഞ്ഞേക്കുന്നത്, പ്രതിരോധം എന്നാ പറഞ്ഞേക്കണേ. അതായത് മാറ്റങ്ങളോട് മാറാതിരിക്കുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. റെസിസ്റ്റൻസ് ടു ചേഞ്ച്, മാറ്റത്തിനെതിരായ പ്രതിരോധം. 6ാമത്തെ പോയിന്റ് ആണോ? 6ാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ആ പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണമില്ലേ, അതാണ് ഫ്രാഗ്മെന്റ് ചെയ്യാന്ന് വെച്ചാൽ വിഘടിപ്പിക്കുക, വിഘടനം. ആ കെയറിനെ പല സെക്ഷനായി തിരിക്കുന്നത്. പേഷ്യൻസുമായിട്ടുള്ള പൂർ കമ്മ്യൂണിക്കേഷൻ കുറവ്. പിന്നെ അടുത്തത് ഈ അവരുടെ പേഷ്യൻസിന്റെ ആവശ്യങ്ങളില്ലേ, അതിനെ മനസ്സിലാക്കുന്നതിന് അപര്യാപ്തത, ഇൻഅഡിക്വേറ്റ്, മനസ്സിലാക്കാത്തത് കേട്ടോ. Inadequate understanding of their demand. ആർക്കുടെ ഡിമാൻഡ്, നമ്മുടെ പേഷ്യൻസിന്റെ ഡിമാൻഡ്സ്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കാതിരിക്കുന്നത്. ഇതെല്ലാം ഒരു OPDയിൽ നേരിടുന്ന ജനറൽ പ്രോബ്ലംസിൽ വരികയാണ്. ഇത് നിങ്ങൾ ഫുള്ള് ബൈക്കാട്ട് ചെയ്യട്ടാട്ടോ, ഈ 8 പോയിന്റ്സും. അതിനകത്ത് ജനറൽ പ്രോബ്ലംസിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതെന്ന് ആ ഓപ്ഷൻസ് കാണുമ്പോൾ നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചാൽ മതി അവിടെ കേട്ടോ. ആവശ്യത്തിന് ഡോക്ടർ ഇല്ലാത്ത അവസ്ഥ, അനുയോജ്യമല്ലാത്ത അപ്പോയിന്റ്മെന്റ് സിസ്റ്റങ്ങള്, പിന്നെ അടുത്ത കുറെ സമയം നമ്മൾ മെഡിസിൻ റൂമിൽ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നത്, പിന്നെ ആവശ്യത്തിന് ഫെസിലിറ്റി ഇല്ലാത്തത്, ഷോർട്ടേജ്, അതിന്റെ കുറവ്. പിന്നെ അടുത്ത മെഡിക്കൽ പേഴ്സണൽസിന് ആവശ്യത്തിന് ട്രെയിനിങ് ഇല്ലാത്തത്, ഇൻസഫിഷ്യന്റ് ട്രെയിനിങ്, അതൊരു പ്രശ്നമാണ്. പിന്നെ അടുത്തത് നമ്മൾ കൊടുക്കുന്ന കെയർ, അതിന്റെ വിഘടനം, ഫ്രാഗ്മെന്റേഷൻ, പല സെക്ഷനാക്കി തിരിക്കുന്നത്. പിന്നെ പേഷ്യൻസുമായിട്ട് അധികം ആശയവിനിമയം ഇല്ലാത്തത്, പിന്നെ അവരുടെ ആവശ്യങ്ങൾ, പേഷ്യൻസിന്റെ ഡിമാൻഡ്സ് അതും ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്തത്, അതിന്റെ അപര്യാപ്തത, ഇതെല്ലാം പ്രശ്നങ്ങളാണ്. പിന്നെ അടുത്ത 7ാമത്തെ എന്താണ്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഗിയർഡ് ടു ട്രഡീഷണൽ പ്രിഫറൻസ്. അതായത് നമ്മുടെ ഹോസ്പിറ്റലിലെ അതിന്റെ ഒരു ഘടന എന്ന് പറഞ്ഞത് നമ്മുടെ പഴയ ട്രഡീഷണൽ മുന്നുള്ള കാര്യങ്ങൾക്കും, പിന്നെ അതുപോലെ തന്നെ പ്രൊവൈഡേഴ്സ്, അത് പ്രൊവൈഡ് ചെയ്യുന്നവരാണ് സ്റ്റാഫുകളിലെ, അവർക്കുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുകയാണ്. അതനുസരിച്ചാണെങ്കിൽ, അത് നിയന്ത്രിക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം, ഒരു പേഷ്യന്റിനെ ബേസ് ചെയ്ത് തന്നെയായിരിക്കും, പേഷ്യൻസിന് പ്രിഫറൻസ് കൊടുക്കുന്ന രീതിയിലായിരിക്കണം.
എന്ന് ഇവിടെ ആർക്കാ പ്രിഫറൻസ് പറഞ്ഞേക്കണ? പ്രൊവൈഡറിന്റെ പ്രിഫറൻസിന് അനുസരിച്ച് ഉണ്ടോ, ട്രഡീഷണൽ പ്രിഫറൻസ് അനുസരിച്ച്. ഇപ്പൊ അതിലൊക്കെ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. അതാണ് ഇപ്പൊ പേഷ്യന്റ് സെന്റേർഡ് ആണ്. നമുക്ക് പേഷ്യൻസിന്റെ ക്വാളിറ്റി അല്ലെ, അവർക്ക് കൊടുക്കുന്ന സർവീസ് അതൊക്കെ കുറച്ചും കൂടി പണ്ടത്തേക്കാളും ബേസ് ചെയ്തിട്ട് ഹോസ്പിറ്റലിന്റെ ഒരു സ്ട്രക്ചർ തന്നെ മാറിയിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും പണ്ടത്തെ രീതിക്ക് തന്നെ നിലനിൽക്കുക എന്നുള്ളത് അത് എന്താണ് ഒരു പ്രോബ്ലം തന്നെയാണ് കേട്ടോ. പിന്നെ അടുത്തതാണ് ചേഞ്ച്, മാറ്റങ്ങളില്ലേ, ആ മാറ്റങ്ങളോട് പ്രതിരോധിക്കുന്നത്, അതായത് മാറാതിരിക്കുന്നത്. ഇപ്പോഴും ഞങ്ങൾ പണ്ടത്തെ പോലെ ഇരിക്കുള്ളൂ അങ്ങനെ പറഞ്ഞിരിക്കാൻ പാടില്ല അല്ലെ. അത് മാറ്റത്തിനെതിരായിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് ടു ചേഞ്ച്. മാറ്റത്തിനോടൊപ്പം മാറിപ്പോകാതെ, ആ മാറ്റത്തെ അംഗീകരിക്കാതെ അതിനെതിരായിട്ടുള്ള പ്രതിരോധം. ഇത്രയാണ് ജനറൽ പ്രോബ്ലംസ് വരുന്നത്. ഇനി അടുത്തതാണ് സ്പെസിഫിക് പ്രോബ്ലംസ്. ഒരു OPD നേരിടുന്ന OPD ഉണ്ടാകുന്ന സ്പെസിഫിക് ആയിട്ടുള്ള, ഇത് ആദ്യത്തെ നമ്മൾ ജനറൽ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇനി ഒരു പ്രത്യേക സ്പെസിഫിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഓരോ ഏരിയയിലും സ്പെസിഫിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഏതൊക്കെയാന്ന് നോക്കി. Duties undertaken by the auxiliaries are done hurriedly in order to keep pace with the consultation of doctors. This creates inappropriate documentation. എന്താ ഈ നമ്മുടെ ഡോക്ടർമാര് നമ്മളെ കൺസൾട്ട് ചെയ്തു അല്ലെ. ഈ ഡോക്ടർമാരുടെ കൺസൾട്ടേഷന് ശേഷം ഡോക്ടറെ അസിസ്റ്റ് ചെയ്യുന്നില്ലേ, ആ ഡോക്ടറെ അസിസ്റ്റ് ചെയ്യുന്ന സ്റ്റാഫുകൾ എടുക്കുന്ന അവര് വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഹരിഡലി വേഗത്തിൽ ചെയ്യണം. ബട്ട് ഡോക്ടറിനെ നമ്മൾ കൺസൾട്ട് ചെയ്തു. ഡോക്ടറിന്റെ കൺസൾട്ടിന് ശേഷം ഈ ഓക്സിലറീസ്, അവരെ ഡോക്ടർമാരെ അസിസ്റ്റ് ചെയ്യുന്നവര്, ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്നവര്, ആ അസിസ്റ്റ് ചെയ്യുന്ന സ്റ്റാഫുകള് വേഗത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ഇത് അനുചിതമായിട്ടുള്ള ഇൻഅപ്രോപ്രിയേറ്റ് ഡോക്യുമെന്റേഷനിലേക്ക് നയിക്കും. അവര് വളരെ ശ്രദ്ധിച്ച് ചെയ്യണ്ടേ. അതായത് ഡോക്ടറെ കൺസൾട്ട് ചെയ്തു, ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടും വളരെ ക്ലിയർ ആയിട്ടും കറക്റ്റ് ആയിട്ടും വേണം ഓക്സിലറീസ്, അവരെ അസിസ്റ്റ് ചെയ്യുന്നവർ ചെയ്യാൻ. അവര് പക്ഷെ ഡോക്ടർ പറഞ്ഞതല്ലാതെ അവര് വേഗത്തിന് തിടുക്കം പിടിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അനുയോജ്യമല്ലാത്ത ഇൻഅപ്രോപ്രിയേറ്റ് ഡോക്യുമെന്റേഷൻ സൃഷ്ടിക്കുന്നതിന് കാരണമാകും. എന്തെങ്കിലും പിശകുകളൊക്കെ വരാം അങ്ങനെ എഴുതുമ്പോൾ. മനസ്സിലായോ? ദിസ് ക്രിയേറ്റ് ഇൻഅപ്രോപ്രിയേറ്റ് ഡോക്യുമെന്റേഷൻ, അനുയോജ്യമല്ലാത്ത ഒരു ഡോക്യുമെന്റേഷൻ അതിലേക്ക് വഴിയൊരുക്കും. രണ്ടാമത്തെ കാര്യമാണ് ഓക്സിലറി സ്റ്റാഫ് സംടൈംസ് മിസ്ബിഹേവ് വിത്ത് ദ പേഷ്യന്റ്. കണ്ടോ, ഓക്സിലറി സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യുന്നവര്, ഡോക്ടേഴ്സിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നവരൊക്കെ അവര് നമ്മളോട് പേഷ്യൻസിനോട് മോശമായി പെരുമാറാറുണ്ട്. അതൊരു പ്രശ്നമാണ്. ചിലപ്പോ ഡോക്ടറൊക്കെ നല്ല ഡീസന്റ് ആയിരിക്കും, പക്ഷെ ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്യുന്നവര്, അല്ലാതെ ഓക്സിലറി സ്റ്റാഫ്, അങ്ങനെയുള്ളവര്, ഹെൽപ്പ് ചെയ്യുന്നവര്, ഇപ്പൊ ഫാർമസിയിലോ അല്ലെങ്കിൽ നമ്മുടെ ലാബിലോ റേഡിയോളജിയിലോ അങ്ങനെ ഏതെങ്കിലും സെക്ഷനിലൊക്കെ ആണെങ്കിലും ഓക്സിലറി എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യുന്നവര്, സഹായികളാണ്, സഹായ സ്റ്റാഫുകള്. അപ്പൊ അവര് പേഷ്യൻസിനോട് എന്താണ് ഈ മോശമായിട്ട് പെരുമാറുന്നത്. ഇനി ഇൻ ആബ്സെൻസ് ഓഫ് ആൻ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. അടുത്ത മൂന്നാമത്തെ എന്താണ് സ്പെസിഫിക് പ്രോബ്ലം? ഇൻ ആബ്സെൻസ് ഓഫ് ആൻ അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തിന്റെ ആബ്സെൻസ്. അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തിന്റെ അപ്പോയിന്റ്മെന്റ് ആ ഒരു ഇത് പ്രോപ്പർ ആയിട്ടല്ല, അതിന്റെ ആബ്സെൻസ്. Patients start their accumulation even before office time starts. കണ്ടോ, അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ പറ്റുക? അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ല, അപ്പോയിന്റ്മെന്റ് എടുക്കണ സംവിധാനം ഇല്ല. നമ്മള് മോർണിംഗ് രാവിലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി നിൽക്കൂലേ, ആ ഒരു വർക്കിംഗ് ടൈം എപ്പോഴാണ് അപ്പൊ മുതല് നമ്മൾ അവിടെ, അല്ലെ OP എപ്പോഴാണ്, ഇത് ആ ഒരു ടൈം മുതല് നമ്മൾ അങ്ങനെ പോയി നിൽക്കും. ക്രിയേറ്റ് എ ലോങ് ക്യൂ. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ, വലിയ ക്യൂ ഉണ്ടാകും. Even before the arrival of the doctors. ഡോക്ടേഴ്സ് എത്തുന്നതിന് മുന്നേ, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ. ഡോക്ടർമാരെ എത്തുന്നതിന് മുന്നേ തന്നെ വലിയ ക്യൂ ആവുന്ന, ക്യൂ സൃഷ്ടിക്കും. എന്തില്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തിന് ഇല്ലെങ്കിൽ. അപ്പോയിന്റ്മെന്റ് ഉണ്ടെങ്കിൽ അവർ പറയുമല്ലോ 35ാമത്തെ നമ്പർ 11 മണിക്ക് വരിക. കൃത്യമായിട്ട് നമ്മൾ 11 മണി ആകുമ്പോൾ ചെല്ലും. അപ്പത്തേക്ക് ഏകദേശം ഒരു 32 ഒക്കെ വിളിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് ഇച്ചിരി നേരം ഇത് കഴിഞ്ഞാൽ വേഗം ഡോക്ടറിനെ കണ്ടിട്ട് പോകാം. ഇങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഹോസ്പിറ്റലിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, രാവിലെ തന്നെ എല്ലാവരും പോയി നിൽക്കും. അപ്പൊ ഡോക്ടർ വരുമ്പോഴത്തേക്കും എന്താവും,
ഒരു ലോങ് ക്യൂ ആയിരിക്കും പേഷ്യൻസിന്. അതൊരു പ്രശ്നമാണ്. ക്ലിയർ ആയോ? ഇനി അടുത്തതാണ് ഇന്ററപ്ഷൻ ഓഫ് കൺസൾട്ടേഷൻ ഓർ ഇൻവെസ്റ്റിഗേഷൻ. ഇന്ററപ്ഷൻ എന്ന് പറഞ്ഞാൽ തടസ്സം, കൺസൾട്ടേഷനിലോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷനിലോ ഉണ്ടാകുന്ന തടസ്സങ്ങൾ. ഇനി ലാക്ക് ഓഫ് പ്രൈവസി, 5 പോയിന്റ്സ്. 5ാമത്തെ പോയിന്റ് എന്താ? പ്രൈവസിയുടെ കുറവ് ഉണ്ടാവും, പ്രൈവസി ഇല്ല, ലാക്ക് ഓഫ് പ്രൈവസി. ഇതൊക്കെയാണ് സ്പെസിഫിക് പ്രോബ്ലത്തിൽ വരുന്നത്. 5 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞോളൂ കേട്ടോ. ക്ലിയർ അല്ലേ? ഒന്നാമത് ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്യുന്നവര്, ഓക്സിലറീസ്, അവര് പെട്ടെന്ന് തിടുക്കത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊരു പ്രശ്നമാണ്. പിന്നെ നമ്മളോട് മോശമായിട്ട് ഓക്സിലറി സ്റ്റാഫ് മോശമായിട്ട് പേഷ്യൻസിനോട് പെരുമാറുന്നത്. പിന്നെ അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തിന്റെ ആബ്സെൻസ്. പിന്നെ അടുത്തതാണ് കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ, അതിന്റെ തടസ്സം, അതിലുണ്ടാകുന്ന തടസ്സങ്ങള്, ഇന്ററപ്ഷൻ. അടുത്തത് 5ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് പ്രൈവസി, നമുക്ക് പ്രൈവസി കുറവ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയും പോയിന്റ്സ്. ഇനി ഒരു ക്ലാസ് കൂടി മതി. നമുക്ക് ഒരുപാട് വലിയ ചാപ്റ്റർ അല്ല, അധികം ബുദ്ധിമുട്ടുമില്ല. OPD കാര്യങ്ങളൊക്കെയാണ്, നമുക്ക് അറിയാവുന്നതാണ്. ഒന്ന് വായിച്ചു നോക്കാം, മോക്ക് ടെസ്റ്റും ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് കാണാം.